വിശകലനം ചെയ്യുകയും മുഖം നോക്കാതെ തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നടിക്കുകയും ചെയ്യുന്ന മഹാപ്രതിഭയായ മൊയ്നുദ്ദീൻ നടുക്കണ്ടിയിൽ എന്നറിയപ്പെടുന്ന MN കാരശ്ശേരി സാറെ ഈ ഉദ്ഘാടനത്തിന് കിട്ടിയതിൽ ഞാൻ അഭിമാനപ്പെടുകയാണ്. HM ഫോറത്തിന് വേണ്ടി അദ്ദേഹത്തെ സവിനയം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ സേകരനായ EO. കൊടുവള്ളി ഉപജില്ല എന്ന് പറയുന്നത് അധ്യാപക സൗഹൃദ ഉപജില്ലയാക്കി മാറ്റിയ അധ്യാപകരുടെയും പ്രധാനാധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം ഉന്നതിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അബ്ദുൽ ഖാദർ സാറെ ഈ പരിപാടി അധ്യക്ഷ സ്ഥാനം വഹിക്കാൻ വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ എല്ലാ പരിപാടിക്കും സാന്നിധ്യമായ DPC മെഹറലി, അദ്ദേഹത്തെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. അദ്ദേഹം സാഹിത്യത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, അതായത് DRCയും ഇതേപോലെ വേറെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് ഇവിടെ എടുത്തു പറയുന്നില്ല. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. ഈ സ്കൂളിലെ സിസ്റ്റർ ഷക്കീല ടീച്ചർ, DRC ഷൈല ടീച്ചർ, എല്ലാ പ്രധാന അധ്യാപകരെയും അസിസ്റ്റന്റ് ടീച്ചേഴ്സിനെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി വിനയപൂർവ്വം ഖാദർ സാറിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്നു. നന്ദി. ഏറെ ബഹുമാന്യനും ആദരണീയനുമായ ഡോക്ടർ MN കാരശ്ശേരി സാർ, കൊടുവള്ളി DPC, പ്രിയങ്കരനായ സുഹൃത്ത് VM മെഹറലി, ഈ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ഷക്കീല ടീച്ചർ, HM ഫോറം കൺവീനർ റഷീദ് മാസ്റ്റർ, പ്രിയപ്പെട്ട ഷൈജ ടീച്ചർ, HM ഫോറം ജോയിൻറ്റ് കൺവീനർ ഫൈസൽ പടനിലം, ഈ പരിപാടിയുടെ കൺവീനർ നാസർ മാഷ്, പ്രിയപ്പെട്ട പ്രധാനാധ്യാപകരും സഹാധ്യാപകരുമായ എൻ്റെ സഹപ്രവർത്തകരെ, കൊടുവള്ളി ഉപജില്ലയിൽ എല്ലാ വർഷവും തനതായ ചില പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ വർഷം അത്തരമൊരു പരിപാടിയെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഏറെ പ്രസക്തവും പ്രാധാന്യവുമുള്ള വായനയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പരിപാടി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. വായനാ ദിനം ഇത്തവണ വായനാ മാസമായിട്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആചരിക്കുന്നത്. വായന ദിനത്തിലൂടെ കുട്ടികളുടെ വായന പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. എന്നാൽ കുട്ടികളോട് എപ്പോഴും ഇക്കാര്യത്തെ ഉപദേശിക്കാറുള്ള അധ്യാപകർ വായനയുടെ കാര്യത്തിൽ വളരെ പിറകിലാണ് എന്ന് അവരുടെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് വായിക്കാൻ പറയാൻ നമുക്ക് ധാർമ്മികമായ അവകാശമുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ട ഒരു സമയമാണിത്. ഒരു ഗുരുവിൻ്റെ അടുത്ത് ഒരമ്മ വന്ന് ഒരു പരാതി പറയുന്നുണ്ട്. എൻ്റെ കുഞ്ഞിന് പഞ്ചസാര തിന്നുന്ന ശീലമുണ്ട്, അതൊന്ന് ഒഴിവാക്കാൻ അങ്ങ് അവനോട് ഉപദേശിക്കണം എന്നാണ് ആ അമ്മ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഗുരു അല്പം ആലോചിച്ച ശേഷം പറഞ്ഞു, നിങ്ങൾ അടുത്ത ആഴ്ച വരൂ. പിറ്റേത്തെ ആഴ്ച ഈ അമ്മ കുഞ്ഞിനെയും കൊണ്ട് രണ്ടാമത് വന്നു. അപ്പോൾ ആ അമ്മയുടെ മുമ്പിൽ വെച്ച് കുഞ്ഞിനെ സ്നേഹപൂർവ്വം ചേർത്ത് നിർത്തിയിട്ട് ഗുരു പറഞ്ഞു, മോനെ നീ പഞ്ചസാര തിന്നരുത് കേട്ടോ. അപ്പോൾ അമ്മയ്ക്കൊരു സംശയമായി, ഇതാദ്യം തന്നെ പറയാമായിരുന്നല്ലോ, എന്തിനാ ഒരാഴ്ച താമസിച്ചത്? ആ സംശയം അവർ നേരിട്ട് തന്നെ ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു, അതെ, എനിക്ക് പഞ്ചസാര തിന്നുന്ന ശീലം ഉണ്ടായിരുന്നു, ഞാനത് ഒഴിവാക്കിയിട്ടല്ലാതെ മറ്റൊരാൾ ഞാനെങ്ങനെ ഉപദേശിക്കും? അപ്പോൾ നമ്മളൊക്കെ തന്നെ ആത്മപരിശോധന നടത്തുക. കുഞ്ഞുങ്ങളോട് 100 തവണ വായിക്കാൻ പറയുന്ന നമ്മൾ
നമ്മുടെ പാഠപുസ്തകമല്ലാതെ നാം പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിനപ്പുറം നമ്മുടെ വായന എത്രത്തോളം നീളുന്നുണ്ട്. ഇവിടെ ബഹുമാന്യായ കാരശ്ശേരി സാറിനെ നിർത്തി സംസാരിക്കുകയല്ല. നമ്മൾ ഈ പരിപാടിയിൽ മറ്റെല്ലാ ചടങ്ങുകളും ഒഴിവാക്കിയത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് വേണ്ടി തന്നെ സമയം നീക്കിവെക്കാനാണ്. എന്നാലും ഈ പരിപാടിയുടെ വളരെ രത്നച്ചുരുക്കം പറയാതെ മറ്റൊരു സന്ദർഭം ഉണ്ടാകില്ല എന്നതുകൊണ്ട് മാത്രം സൂചിപ്പിക്കുകയാണ്. വായന തന്നെ സാധന എന്നാണ് നമ്മുടെ ഹെഡിങ്ങായി നാം കൊടുത്തിട്ടുള്ളത്. സാധന എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം നേടുന്നതിനുള്ള നിരന്തര പ്രയത്നമാണ്. അത് ലക്ഷ്യമല്ല, വായന നമ്മുടെ ലക്ഷ്യമല്ല. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള നിരന്തര പ്രയത്നം, അതാണ് സാധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് വായന തന്നെ സാധന. സാധനയ്ക്ക് മറ്റൊരർത്ഥമുള്ളത് അനുഷ്ഠാനം എന്നാണ്. വായന അധ്യാപകൻ്റെ നിരന്തരമായ അനുഷ്ഠാനമായി മാറുമ്പോഴാണ് അയാളുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് അയാൾക്ക് മുന്നേറാൻ കഴിയുക എന്നതാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ ഉപജില്ലയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഇപ്പോൾ സ്റ്റാഫ് റൂം ലൈബ്രറി ഉണ്ട്. സ്റ്റാഫ് ലൈബ്രറി എന്നല്ല നമ്മൾ പേര് കൊടുത്തത്, സ്റ്റാഫ് റൂം ലൈബ്രറിയാണ്. സ്റ്റാഫുകൾ ഇരിക്കുന്ന റൂമിൽ ഒരു ലൈബ്രറി എല്ലാ പ്രൈമറികളിലും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് 2022. അന്ന് ആ ലൈബ്രറി സജ്ജീകരിച്ചു, വായന തുടങ്ങിയതിലപ്പുറം അത് വലിയ തോതിൽ മുന്നോട്ട് പോയിട്ടില്ല പലയിടത്തും. ഇത്തവണ നമ്മുടെ പ്രഥമ പരിഗണന എന്നുള്ളത് ആ ലൈബ്രറികൾ അധ്യാപകർക്ക് പ്രയോജനപ്രദമായ പുസ്തകങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കുക. ആ സമ്പുഷ്ടമായ ലൈബ്രറിയിൽ മുഴുവൻ അധ്യാപകരും അംഗങ്ങളാക്കി മാറ്റുകയും അവരെ വായനയ്ക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുക. അവർ വായിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി എല്ലാ മാസത്തിലും ഒരിക്കൽ ഏതെങ്കിലും ഒരു ദിവസം വൈകുന്നേരം ഒരു പുസ്തക ചർച്ച സംഘടിപ്പിക്കുക. തങ്ങൾ വായിച്ച പുസ്തകത്തെക്കുറിച്ച് ആ അധ്യാപകരിൽ ഒരാൾ അല്ലെങ്കിൽ 2 പേർ, വലിയ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം 2 പേർ സംസാരിക്കുക. ഇതാണ് ഒരു പ്രവർത്തനം. രണ്ടാമത്തത് ഒരു സാഹിത്യ ക്വിസ് മത്സരം അധ്യാപകർക്ക് വേണ്ടി മാത്രം സംഘടിപ്പിക്കുക. ആദ്യം വിദ്യാലയ തലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ഉൾപ്പെടുത്തി സബ് ജില്ലാ തലത്തിൽ ഒരു സാഹിത്യ ക്വിസ് മത്സരം സംഘടിപ്പിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തത് ഒരു സാഹിത്യ ക്യാമ്പ് ഈ വർഷത്തിൻ്റെ അവസാനത്തോടടുത്ത് ഒരു ലാസ്റ്റ് മാസത്തിൽ, അതായത് ഡിസംബർ മാസത്തിലോ ജനുവരിയിലോ ഒരു സബ് ജില്ലാ തലത്തിൽ ഒരു അധ്യാപകർക്ക് വേണ്ടി ഒരു സാഹിത്യ ക്യാമ്പ് സംഘടിപ്പിക്കും. അതേപോലെ ഒരു സാഹിത്യ യാത്ര നടത്തും. ഏതെങ്കിലും സാഹിത്യകാരന്മാരുടെ തട്ടകങ്ങളിലേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു യാത്രയും നമ്മളിതിൻ്റെ ഭാഗമായി നടത്തും. നമുക്ക് നടപ്പാക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള സാധ്യതയുള്ള പരിപാടികൾ മാത്രമേ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഈ പരിപാടികൾ യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് മുഴുവൻ അധ്യാപകരുടെയും സ്നേഹപൂർവമായ സഹകരണം ഞാൻ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് ഉദ്ഘാടനത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചപ്പോൾ നമ്മുടെ ഈ പരിഗണനകളൊക്കെ ഒത്തുവരുന്ന ഒരു വ്യക്തിത്വം നമുക്ക് ലഭ്യമാകുന്നത് ആര് എന്ന അന്വേഷണത്തിൽ എല്ലാവരും യോജിച്ചതാണ് ബഹുമാനായ എം കാരശ്ശേരി സാറ്. അദ്ദേഹം എഴുത്തുകാരനാണ്, സാഹിത്യകാരനാണ്, ഭാഷാ പണ്ഡിതനാണ്, സാമൂഹ്യ നിരീക്ഷകനാണ്. നമ്മുടെ യൂട്യൂബിലൊക്കെ തന്നെ സാമൂഹ്യമായ പ്രശ്നങ്ങളോട് കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഉറച്ചതും വേറിട്ട് നിൽക്കുന്നതും അതോടൊപ്പം ഉറക്കെ പറയുന്നതുമായ തൻ്റെ അഭിപ്രായങ്ങൾ നമ്മളൊക്കെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തോട് പല കാര്യങ്ങളിലും നാം വിയോജിക്കുമ്പോഴും ആ പറയുന്നതിലുള്ള ആത്മാർത്ഥതയും അതിൻ്റെ ഉറച്ച സ്വരവും നമ്മളെല്ലാവരെയും ആകർഷിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ബഹുമാനായ എം കാരശ്ശേരി സാറ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഞങ്ങളുടെ AEO ശ്രീ അബ്ദുൽ ഖാദർ, ഇവിടുത്തെ പ്രധാന അധ്യാപിക ഷക്കീല, ഇവിടെ സ്വാഗത ഭാഷണം നടത്തിയ റഷി, വേദിയിൽ ഇരിക്കുന്ന ഷൈജ ടീച്ചർ, എൻ്റെ പ്രിയ സുഹൃത്ത് ഫൈസൽ, സുഹൃത്തുക്കൾ. ഇപ്പോൾ വിദ്യാർത്ഥികളെ ഉപദേശിക്കുക എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയുന്ന മാതിരി എളുപ്പമുള്ള പണിയാണ്. അധ്യാപകരെ ഉപദേശിച്ചാൽ അവർ കേൾക്കില്ല, കാരണം അവരൊക്കെ തികഞ്ഞ ആളുകളാണല്ലോ.
അങ്ങനെയുണ്ട് ഒരു സെൻ കഥ, അധ്യാപകർ കേട്ടിരിക്കേണ്ടതാണ്. സെൻ എന്ന് പറഞ്ഞാൽ നല്ല തമാശയുള്ള ധ്യാനം എന്നുള്ളതിൻ്റെ ജാപ്പനീസ് വാക്കാണ് സെൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻ ഗുരു കേട്ടു, വേറെ ഒരു ഗ്രാമത്തിൽ മഹാപണ്ഡിതനായ വേറെ ഗുരു ഉണ്ട്, എന്നാൽ അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിച്ചളയാം എന്ന് വിചാരിച്ചിട്ട് ഈ ഗുരു പുറപ്പെട്ടു. അപ്പോൾ അവിടുത്തെ സാധാരണഗതിയിൽ അവരുടെ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഈ തേയില വെള്ളമാണ് സൽക്കരിക്കുക, പാലും ഉണ്ടാവില്ല, മധുരം ഉണ്ടാവില്ല. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് കുടിച്ചാൽ മാതിരി. അതാണ് ചൈനയിലും തിബത്തിലും ജപ്പാനിലുമൊക്കെ സൽക്കരിക്കുക. അപ്പോൾ ഈ ഗുരു ഇരുന്ന് അപ്പോൾ കപ്പിൽ വെള്ളം ഒഴിച്ചു, തേയില വെള്ളം ഒഴിച്ചിട്ട് അത് നിറഞ്ഞപ്പോൾ അദ്ദേഹം നിർത്തിയില്ല, പിന്നെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുക. മറ്റേയാൾ പറഞ്ഞു, എന്താ ഈ കാണിക്കുന്നത്, അത് നിറഞ്ഞല്ലോ. അപ്പം മറ്റേ ഗുരു ചോദിച്ചു, നിറഞ്ഞത് പിന്നെ നിറയ്ക്കാൻ പറ്റില്ലല്ലേ? നിറഞ്ഞത് പിന്നെ നിറയ്ക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ നിറഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ എൻ്റെ ഒരു വൈകുന്നേരം പോയി. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി ഞാൻ വായനയെ പറ്റിയുള്ള ഒരു പ്രണയകഥ പറയാം. അതാണ് ഏറ്റവും എളുപ്പം ഓർക്കാനും പറയാനും സൗകര്യം. ഒരു 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സുന്ദരിയോട് കഠിനമായ പ്രണയം തോന്നിയിട്ട് അത് പറയാൻ പതിവ് പോലെ ധൈര്യമില്ലാതെ, അങ്ങനെയാണ് ഇപ്പോൾ ഒക്കെ ഗെറ്റ് ടുഗദറിൽ അതൊക്കെ പറയുന്നത്. 25-35 കൊല്ലം കഴിഞ്ഞിട്ട് മക്കളും മരുമക്കളൊക്കെ ആയിട്ടാണ് ഒളിച്ചോട്ട് പോകുന്നത്. പ്രേമിക്കാനും കൂടി അറിയാത്ത നാട്ടുകാരാണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. ഒരു പെണ്ണിനോട് പ്രേമുണ്ടല്ലോ, ആണിനോട് പ്രേമുണ്ട്, അതങ്ങ് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? അപ്പൊ ഈ വിദ്വാൻ എന്ത് ചെയ്തു? ഒരു കത്തെഴുതിയെന്ന് വെച്ചാൽ, എനിക്ക് നിന്നോട് വലിയ ഇഷ്ടമാണ്, നിനക്ക് എന്നോട് എങ്ങനെയെന്ന് എനിക്ക് അറിയില്ല, നിനക്ക് എന്നോട് അത്ര ഇഷ്ടമുണ്ടെങ്കിൽ നാളെ ചുവന്ന ബ്ലൗസും പാവാടയും ഇട്ടിട്ട് വരണം എന്നൊരു കത്തിനകത്ത് വെച്ചിട്ട് ഈ പുസ്തകം ഒന്ന് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞാൽ അവൾക്ക് കൊടുത്തു. അങ്ങനെ നാളെ ഈ പുസ്തകം മടക്കി തരണമെന്നും പറഞ്ഞു. നല്ല മറുപടി കിട്ടുള്ളൂ. പിറ്റേന്ന് അവൾ വന്നപ്പോൾ ഒരു മഞ്ഞ ബ്ലൗസും മഞ്ഞ പാവാട എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ കാമുകൻ അതോടുകൂടി വളരെ നിരാശനായി ആ പുസ്തകം മടക്കി വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു പോയി. 40-40 കൊല്ലം കഴിഞ്ഞിട്ട് ഇവൻ്റെ പഴയ അലമാരിയൊക്കെ തട്ടി വൃത്തിയാക്കി കണ്ടില്ല, ഈ പുസ്തകം കിട്ടി. അപ്പോൾ അതെടുത്ത് നോക്കുമ്പോൾ എന്താ, എനിക്ക് നിന്നോട് വലിയ ഇഷ്ടമാണ്, എനിക്ക് ചുവന്ന ബ്ലൗസും പാവാടയും ഇല്ല, അതുകൊണ്ട് ഞാൻ നാളെ മഞ്ഞ ഇട്ട് വരുന്നു. പുസ്തകം വായിച്ചിരുന്നെങ്കിൽ ഈ അബദ്ധം വരില്ല, വരുമോ? അവള് അതൊന്നും മറച്ചു നോക്കിയില്ല. പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള പണിയല്ല. ആ പാവം കാമുകന്റെ സ്ഥിതി ആലോചിച്ച് നോക്ക്. അവൻ വേറെ കല്യാണം കഴിച്ച മക്കളും മരക്കളൊക്കെ ആയി അവളെ വേറെ കെട്ടിച്ച് 5 വട്ടം പെറ്റിട്ടുണ്ടാവും അപ്പളേക്ക്. അപ്പോഴാണ് ഈ മനോഹരമായ പ്രണയലേഖനം കാണുന്നത്. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, പ്രണയലേഖനവും ചിലപ്പോൾ കിട്ടിയേക്കും, അതുകൊണ്ട് പുസ്തകം വായിക്കുക, വേറെ എന്ത് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് എല്ലാവരും ഉപദേശിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് ദേഷ്യം വരുന്നൊരു കാര്യം പറയാം. ഞാനൊരു വേദഗ്രന്ഥം കണ്ടിട്ടുണ്ട്. ആ പുസ്തകം തുടങ്ങുന്നത് വായിക്കൂ എന്ന് പറഞ്ഞിട്ടാണ്, ഇക്ര എന്ന് പറഞ്ഞാൽ തുടങ്ങി. പക്ഷേ ആ വേദഗ്രന്ഥം കൊണ്ട് നടക്കുന്ന മിക്ക ആൾക്കും കാര്യമായി വായന ഒന്നും ഞാൻ കാണുന്നില്ല. എന്നിട്ടാണ് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ആലോചിച്ചു. അവരുടെ വിശ്വാസം അനുസരിച്ച് ദൈവം പറഞ്ഞാണത്. ഇത് ഇക്ര വായിക്കൂ, വായിക്കും. അപ്പോൾ ഞാൻ മുഹമ്മദ് നബിയുടെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ യുദ്ധത്തിൽ കുറച്ച് ആളുകൾ തടവുകാരായി പിടിച്ചു. അപ്പോൾ അവർക്ക് പിഴ കൊടുക്കാൻ അവരുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സാറില്ല, ഇവിടുത്തെ 10 കുട്ടികളെ അക്ഷരം പഠിപ്പിച്ചാൽ മതി. യുദ്ധത്തടവുകാരന് വെറുതെ വിട്ടയക്കാനുള്ള നിബന്ധന എന്താണ്? അക്ഷരം അറിയാത്ത കുട്ടികളെ അക്ഷരം പഠിപ്പിച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ഇനി പറയുന്ന വാക്ക് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. അക്ഷരം എന്നുള്ള സംസ്കൃത വാക്കിന്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തത്. അക്ഷരമില്ലാത്തതാണ് അക്ഷരം. ഒരിക്കലും നശിക്കാതെ എന്തുണ്ട്? അറിവുണ്ടാവും. അതുകൊണ്ടാണ് എല്ലാ മതക്കാരും ഈശ്വരൻ
ജ്ഞാനസ്വരൂപനാണെന്ന് പറയും. അത് ഹിന്ദുക്കളും പറയും, ക്രിസ്ത്യാനികളും പറയും, മുസ്ലിങ്ങളും പറയും, എല്ലാവരും പറയും. അള്ളാഹു വാസിഉൻ അലീം എന്ന് പറയും. അള്ളാഹു വിശ്വം മുഴുവൻ വ്യാപിച്ചവനും എല്ലാം അറിയുന്നവനുമാണ്, സർവജ്ഞനാണെന്ന് പറയും. അപ്പം ഇത് മതക്കാരുടെ കണക്കിന് ദൈവത്തിലേക്കുള്ള വഴിയാണ്. അപ്പം അത് പോട്ടെ, ദൈവം മതമൊക്കെ പോട്ടെ, അതൊന്നുമില്ലെങ്കിലും മനുഷ്യൻ ജീവിക്കാമല്ലോ. നമ്മളിപ്പോൾ എന്തിനാണ് വായിക്കുന്നത്? അങ്ങനെയുണ്ടല്ലോ. സാധാരണഗതിയിൽ കേട്ടോ, ഞാൻ വളരെ മോഹിച്ച് മാഷായ ആളാട്ടോ. നിങ്ങൾ എന്നെപ്പറ്റി ഒരു പാവം വിചാരിക്കേണ്ടതാണ്. കാരണം എനിക്ക് MA പാസ്സായിട്ട് വളരെ കൊള്ളാവുന്നൊരു ജോലി മാതൃഭൂമി കിട്ടി. അന്ന് അവിടെ 1500 ശമ്പളം വാങ്ങേണ്ടടുത്ത് അത് രാജിവെച്ചിട്ട് ഗവൺമെൻറ് ആർട്സ് കോളേജിൽ പോയി 494 ഉറുപ്പ്യ വാങ്ങിയ ആളാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ പെൻഷൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ചെയ്ത ബുദ്ധിയായി തോന്നുന്നു. അവിടെ പെൻഷനൊന്നുമില്ല മാതൃഭൂമി. അങ്ങനെ മോഹിച്ച് മാഷായ ആളാണ്. അങ്ങനെ മാഷ എത്ര ആളുകൾ നാട്ടിലുണ്ടാവും. അപ്പോൾ മാഷിൻ്റെ ഒരു പണി വായിക്കുകയും വായിപ്പിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇത് വളരെ പ്രയാസമാണ്. ഞാനിപ്പോൾ 5-6 മാസം ലണ്ടനിലായിരുന്നു. അവിടെ ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം, എൻ്റെ ചെറിയ മകൻ്റെ കുട്ടിക്ക് 6 മാസമാണ്. ആ കുട്ടിക്ക് പുസ്തകമുണ്ട്. അപ്പോൾ അവളുടെ ചേച്ചിയുണ്ട്. ഞാൻ ചോദിച്ചു, ഇത് എന്ത് പുസ്തകം മോളെ? വലിയപ്പിച്ചേ, ഇത് ബേബി ബുക്കാണ് എന്ന് പറഞ്ഞാലോ. അതിലൊന്നും എഴുതിയിട്ടില്ല. അതിൽ ചില ചിത്രങ്ങളുണ്ട്. ഒരു കുരുവിയുടെ ചിത്രമുണ്ട്. അതിൻ്റെ ഈ ഭാഗം തൊട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ്, ചിലത് കാണാൻ വേണ്ടിയിട്ടാണ്, ചിലത് മറിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൊന്നുമില്ല. കുട്ടിക്കൊന്നും, ആ കുട്ടിക്ക് 6 മാസമായിട്ടുണ്ട് കേട്ടോ. ആ പുസ്തകം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനുള്ള പണി അവരെത്ര നേരത്തെ എടുക്കുന്നു എന്ന് ഞാൻ പറയുന്നു. എന്നിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൂടുതൽ എത്ര പേര് ഒരു കുട്ടിക്ക് സമ്മാനമായിട്ട് പുസ്തകം കൊടുക്കാറുണ്ട്? കള്ളം പറയരുത് കേട്ടോ, വേറെ എന്ത് പറഞ്ഞാലും. കുട്ടിക്ക് സമ്മാനം കൊടുക്കുന്ന എപ്പോഴാ? essay കോമ്പറ്റീഷന് ഫസ്റ്റ് പ്രൈസ് കിട്ടി എന്താ, അത് എന്നാലും ഒരു സുകുമാർ അഴീക്കോടിൻ്റെ പുസ്തകം അല്ലെ മുണ്ടശ്ശേരിയുടെ പുസ്തകം കൊടുക്കാം. ഒരു കുട്ടിയുടെ ജന്മദിനത്തിന് സമ്മാനമായിട്ട് പുസ്തകം വേണം എന്ന് പറഞ്ഞ എത്ര കുട്ടികളെ രക്ഷകർത്താക്കളിൽ കൂടുതലുണ്ട്? എനിക്ക് ഇന്ന പുസ്തകം വേണം, എൻ്റെ ബർത്ത്ഡേ ആണ് നാളെ, എനിക്ക് ഇന്ന സ്കേർട്ട് വേണം, ഇന്ന മാല വേണം, ഇന്ന ഷർട്ട് വേണം, ബൈക്ക് വേണം, മൊബൈൽ വേണം. ഇതൊക്കെ പുസ്തകം കൂടുതലില്ല കണ്ടോ, ആ കൂടുതൽ പുസ്തകമില്ല. പിന്നെ ഞാൻ വേറെ ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങളെല്ലാം പരിപാടി സംഘടിപ്പിക്കുന്ന ആളുകളാണ്, ഞാൻ ഏയോ കൂടി കേൾക്കാനാ പറയുന്നത്. ഒരു അതിഥിയെ സ്വീകരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ബൊക്കെ കൊടുക്കുന്നു അല്ലേ? ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കുത്തിരിക്കാൻ വിചാരിച്ചു. ഞാൻ എൻ്റെ വണ്ടിയുടെ സമയമായോ? ഒരു അതിഥിയെ സ്വീകരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് കുട്ടികൃഷ്ണമാരാരുടെ ഭാരത പര്യടനം അല്ലെ MT വാസുദേവന്റെ 2ാം ഊഴം, തകഴിയുടെ ചെമ്മീൻ, ഗാന്ധിയുടെ ആത്മകഥ എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റാത്തത്? ഇതിനെ നമ്മൾ മാനിക്കുന്നുണ്ടോ? ഒരു വളരെ ലളിതമായൊരു ചോദ്യമാണ്. ഈ പുസ്തകത്തെ നിങ്ങൾ മാനിക്കുന്നുണ്ടോ? മലയാളികളോട് ഞാൻ ചോദിക്കുന്നത്. ലോകത്തെവിടെ ഇല്ലാത്തൊരു എഴുന്നള്ളിപ്പ് എല്ലാ കൊല്ലവും കാണുന്ന ആളാണ് ഞാൻ. എവിടെ? തുഞ്ചൻ ഉത്സവത്തിന് അവിടെ എഴുന്നള്ളിക്കും. എന്താ എഴുന്നള്ളിക്കുന്നത്? എഴുത്താണ് എഴുന്നള്ളിക്കും. എഴുത്താണ് എഴുന്നള്ളിക്കും. വിശ്വാസമനുസരിച്ച് തുഞ്ചത്തെഴുത്തച്ഛൻ സ്വന്തം കൈകൊണ്ട് താളിയോലയിൽ എഴുതിയ എഴുത്താണിയാണത്. നിവൃത്തിയുള്ളിടത്തോളം ആ പ്രകടനത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. കാരണം ഈ നേരത്തെ പറഞ്ഞില്ലേ, ഖുർആൻ പറഞ്ഞിട്ട് കലമ കൊണ്ട്, തൂലിക കൊണ്ട് എഴുതാത്തത് എഴുതാൻ പഠിപ്പിച്ച നാഥൻ എന്നാണ് ദൈവത്തിന്റെ വിശേഷണം. ആണ് ദൈവത്തിന് വേറെ 100 സിഫത്ത് നിങ്ങൾക്ക് പറയാം, 100 യോഗ്യത പറയാം. അതിൽ പറഞ്ഞ യോഗ്യത എന്താണ്? മനുഷ്യനെ അവൻ അറിഞ്ഞുകൂടാത്തത് തൂലിക കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥൻ എന്ന് പറയും. എല്ലാവരും, എല്ലാ സംസ്കാരങ്ങളും ഇങ്ങനെ ഈ അറിവിനെ, പുസ്തകത്തെ വന്ദിക്കും. അപ്പം നമുക്ക് എന്താ സംഭവിച്ചത്? നിങ്ങളോട് ക്ഷമിക്കുക. ഈ നാട്ടിൽ കാണുന്ന കുറ്റങ്ങൾക്കൊക്കെ ഉത്തരവാദികൾ
അധ്യാപകരും അധ്യാപികമാരും ആണെന്നാണ് എൻ്റെ വിചാരം. എങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ കൈക്കൂലി വാങ്ങുന്നത്? ഞാനും നിങ്ങളും പഠിപ്പിച്ച കുട്ടികൾ എന്തുകൊണ്ട് കള്ളം പറയുന്നു? എന്തുകൊണ്ട് അവർ കക്കുന്നു? എന്തുകൊണ്ട് അവർ കൈക്കൂലി മേടിക്കുന്നു? എന്തുകൊണ്ട് അവർ സ്ത്രീകളോട് അമാന്യമായി പെരുമാറുന്നു? സ്വന്തം അച്ഛനെയും അമ്മയെയും അടിക്കാനോ ചവിട്ടാനോ കൊല്ലാനോ മടിയില്ലാത്ത കേരളീയർ ജീവിക്കുന്ന ഒരു നാട്ടിൽ ഞാനും നിങ്ങൾ ജീവിക്കുന്നു. ഇനി എന്ത് വേണം നിങ്ങൾക്ക്? ഗാന്ധി ശാന്തിനികേതനിൽ ചെന്നു. 3 ദിവസം താമസിക്കാൻ ചെന്ന. അപ്പോ ശാന്തിനികേതൻ സ്ഥാപിച്ചത് ടാഗോറാണ്. ടാഗോറിന് ഗാന്ധിയേക്കാൾ 7 വയസ്സ് മൂപ്പ. ടാഗോറിനെ ഗാന്ധി വിളിച്ചത് ഗുരുദേവ്. ഗാന്ധിയുടെ മഹാത്മാ എന്നുള്ള പേര് പ്രസിദ്ധമാക്കിയ ടാഗോറാണ്. അപ്പൊ ടാഗോറിനോട് ഗാന്ധി ലോഹ്യം ചോദിച്ചു, ഇവിടെ അങ്ങേക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ടാഗോർ പറഞ്ഞു, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താ? ഞങ്ങളുടെ പല ഭാഗത്ത് വരുന്ന കുട്ടികളാണ്, നാട്ടുപുറത്തുകാർ, വനവാസികൾ, ആദിവാസികൾ, പല സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകൾ. അവർക്കൊന്നും വേണ്ടത്ര വൃത്തിയില്ല. അപ്പം അതൊന്ന് താങ്കൾ കുട്ടികളെ ഉപദേശിച്ചാൽ നന്നു. അപ്പോൾ ഗാന്ധി വെച്ച് എന്താ അവർ ചെയ്യുന്നത്? ഓ, ഒന്നും പറയണ്ട, അവർ വഴിയിൽ മലമൂത്ര വിസർജനം, ഒന്നും ഒരു തലയില്ല, തീരെ വൃത്തിയില്ല, എനിക്കിത് വലിയൊരു തലവേദന, ഒന്ന് അവരെ ഉപദേശിക്കണം എന്ന് പറഞ്ഞു. ഗാന്ധി ഒന്ന് ചിരിച്ചു. ഗാന്ധി ഒന്നും ഉപദേശിച്ചില്ല. ഗാന്ധി അന്ന് വൈകുന്നേരം ഒരു ബക്കറ്റും ചൂലെടുത്ത് ഇറങ്ങി. എന്തിന്? ഈ വഴി വൃത്തിയാക്കാൻ. അപ്പോഴേക്ക് ഗാന്ധി ഇറങ്ങിയപ്പോൾ വേറെ ആൾക്കാരൊക്കെ വന്ന് കൂടി. പിറ്റേന്ന് രാവിലെ ഗാന്ധി 3:30 മണിക്ക് ഉണരും കേട്ടോ. ഗാന്ധി 9:30 തൊട്ട് 3:30 വരെ ഉറങ്ങുന്നത്. അതേ 5 മണി ആയപ്പോൾ വെളിച്ചം വീണ് തുടങ്ങുമ്പോൾ ബക്കറ്റും ചൂലായിട്ട് ഇറങ്ങി. അപ്പോൾ ധാരാളം അധ്യാപകർ, അനധ്യാപക ജീവനക്കാർ, വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. അങ്ങനെ 2 ദിവസം ഗാന്ധി അതൊക്കെ വൃത്തിയാക്കി. ഗാന്ധി ആരോടും ഒന്നും പറഞ്ഞില്ല. പിന്നെ കുട്ടികൾ മൂത്രമൊഴിക്കുമ്പോൾ, മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ഓർമ്മയാവും. കാരണം അത് വൃത്തിയാക്കാൻ ഗാന്ധി ഉണ്ടാവില്ല, അവനൊന്നും തന്നെ വേണ്ടി വരും. ഇതിനെയാണ് അധ്യാപനം എന്ന് വാസ്തവത്തിൽ പറയുക. ഗാന്ധിയുടെ പ്രസിദ്ധമായൊരു പ്രസ്താവനയുണ്ട്, അധ്യാപകനാണ് പാഠപുസ്തകം. എങ്ങനെ? ടീച്ചർ ഈസ് ദി ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ നമ്മുടെ കുട്ടികൾ കളവ് പറയുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം നമുക്കാണ്. നമ്മുടെ കുട്ടികൾ സമയം പാലിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം നമുക്കാണ്. നമ്മുടെ കുട്ടികൾ കൈക്കൂലി വാങ്ങുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം നമുക്കാണ്. ഏതെങ്കിലും മാഷന്മാരൊക്കെ പഠിപ്പിച്ച ആൾക്കാരായിരിക്കുമല്ലോ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും MLA MP യും ജില്ലാ പ്രസിഡന്റും ഒക്കെ ആയിട്ട് നടക്കുന്നത്. ഇങ്ങനെ കളവ് പറയുന്ന ഒരു രാജ്യം ഉറപ്പല്ലേ? ഞാൻ പറഞ്ഞ എതിരേപ്രസംഗ കള്ളം അരെ ആളുകൾ കളവ് പറയുന്നു. അവർ ഈശ്വരനെ വിശ്വസിക്കുന്നു. എനിക്ക് ഏറ്റവും വലിയ അത്ഭുതമാണ്. ഈശ്വര വിശ്വാസികളാണ് അവർ. അവർ പഠിക്കുന്ന എല്ലാ പുസ്തകങ്ങളിലും പറയുന്നു ഈശ്വരൻ സത്യസ്വരൂപനാണ്. ഖുർആനിൽ ഈശ്വരനെ പറ്റി ആവർത്തിച്ച ഒരു വാക്ക് ഹക്ക് തആലാണ്. ഹക്ക് എന്ന് പറഞ്ഞാൽ സത്യം, അത്യന്തിക സത്യത്തിന് ഹക്ക് എന്ന് പറയാം. ഹക്ക് തആല എന്നാണ് അത്യുന്നതമായ സത്യം. സത്യമാണ് ഈശ്വരൻ. ഗാന്ധി പറയുന്നുണ്ട്, ഞാൻ ഒരു കാലത്ത് നിങ്ങളോട് പറഞ്ഞിരുന്നു ഈശ്വരൻ സത്യമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു സത്യമാണ് ഈശ്വരൻ. എന്താ വ്യത്യാസം? ഈശ്വരൻ സത്യമാണെന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഉണ്ട് എന്നേ അർത്ഥം വരുള്ളൂ. സത്യമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ വേറെ ഈശ്വരനില്ല, സത്യമല്ലാതെ വേറെ ഈശ്വരനല്ല എന്നായി അർത്ഥം. ഇതെല്ലാ മതത്തിലും പറയും, എല്ലാ പ്രവാചകന്മാരും പറയും, എല്ലാ വേദഗ്രന്ഥങ്ങളും ഇങ്ങനെ പറയും. കാരണം മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് സത്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അടിസ്ഥാനമാകുന്നത്? അതൊന്നുമില്ല, എന്നല്ലേ നാളെ പുറത്തു വരും, വേറൊന്നുമില്ല, വേറെ വിശേഷമൊന്നുമില്ല. ബുദ്ധൻ പറയും എങ്ങനെയാണ്
സൂര്യനന്മാർ മേഘാവലികളിൽ പെട്ടിട്ട് പുറത്തു വരുന്നത്, അതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരും. അത് കള്ളം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് ഇപ്പോൾ ഓരോരുത്തർ പറയുന്ന കള്ളപ്പോൾ കണ്ടോ, ഇപ്പം നിലമ്പൂർ എത്ര കള്ളം പറഞ്ഞ് ഈ ആഴ്ച മുഴുവൻ വ്യക്തമാവും. അമേരിക്കയിലെ പത്രപ്രവർത്തകർ ഡൊണാൾഡ് ട്രംപ് ആദ്യം ജയിച്ചപ്പോൾ ഒരു ഗവേഷണം നടത്തി. എന്താ ഗവേഷണം? അദ്ദേഹത്തിൻ്റെ അന്നത്തെ എതിരാളി ഹില്ലരി ക്ലിന്റനാണ്. അവിടെ പ്രസിഡന്റ് ക്ലിന്റന്റെ ഭാര്യ ഹില്ലരി ക്ലിന്റൺ. കണ്ടെത്തിയത് 79% അസത്യം ട്രംപും 21% അസത്യം ഹില്ലരി ക്ലിന്റനും ഉപയോഗിച്ചു എന്നാണ്. ഹില്ലരി ക്ലിന്റൺ അസത്യം ഉപയോഗിച്ചിട്ടില്ല എന്നല്ല, നമ്മൾ ഇന്ന് ജീവിക്കുന്നത്, സാമാന്യമായി ജീവിക്കുന്നത് മിക്കവാറും അസത്യത്തിൻ്റെയും അർദ്ധസത്യത്തിൻ്റെയും പുറത്താണ്. അപ്പോൾ പുസ്തകങ്ങൾ എന്ത് ചെയ്യും? പുസ്തകങ്ങൾ, എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു ചെറിയ രഹസ്യം പറയാം. മൈക്കുള്ളതുകൊണ്ട് വളരെ എളുപ്പമാണ് രഹസ്യം പറയാം. എന്താ, ഇത്രയും നല്ലൊരു കൂട്ടുകാരനില്ല. അത് നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾ ആണാവട്ടെ പെണ്ണാവട്ടെ, പഠിച്ച ആളാവട്ടെ പഠിപ്പ് കുറഞ്ഞ ആളാവട്ടെ, പണക്കാരനാവട്ടെ പാവപ്പെട്ടവനാവട്ടെ, പുസ്തകത്തെ പോലെ ഒരു കൂട്ടുകാരനില്ല. ഏത് അവസ്ഥയിലും നമുക്കെതിരായിട്ട് പാരവയ്ക്കില്ല, പരദോഷം പറയില്ല, ഏഷണി പറയില്ല. നമ്മുടെ എന്ത് പ്രശ്നമുണ്ട്, നമ്മൾ അനേകം ജീവിതങ്ങൾ ജീവിക്കുകയാണ്. അപ്പോൾ വായിക്കുന്നതിൻ്റെ ഞാൻ കണ്ട ആദ്യത്തെ സംഗതി, അത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഏറ്റവും അടുത്ത കമ്പാനി, എപ്പോഴും കൂടെയുള്ള. ഞാൻ എത്രയോ കൊല്ലമായി എൻ്റെ തോളിലൊരു ഷോൾഡർ ബാഗ് ഉണ്ട്. ആ ഷോൾഡർ ബാഗിൽ ഏതായാലും മിനിമം ഒരു പുസ്തകം ഒരു വീക്കിലി, ഇപ്പോഴാണ് വീക്കിലി അധികം വാങ്ങാറില്ല, 1-2 പുസ്തകം ഉണ്ടാവും. എനിക്ക് നേരം കളയണ്ട, ബസ്സിൽ കയറിയാലും ട്രെയിനിൽ കയറിയാലും അവിടെ കാറ് കാത്തിക്കാന്ന് എൻ്റെ നേരം പോലും, കാരണം എനിക്ക് എൻ്റെ പുസ്തകം വായിച്ചാൽ മതി. എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. ഇതിപ്പോൾ ഞാൻ വീട്ടമ്മയാണ്, അല്ലെങ്കിൽ ഞാൻ ടീച്ചറാണ്, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറാണ്, ഇതൊക്കെ ബാധക ഒരു ഷോൾഡർ ബാഗിൽ ഒരു പുസ്തകം സൂക്ഷിക്കാം. പിന്നെ കുട്ടികളുടെ കാര്യം, അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞ കാര്യമാണ്. കുട്ടികളെപ്പറ്റി ഞാൻ കുറേ കാലം മാഷായിരുന്നതിൻ്റെ അനുഭവം വെച്ച് പറയട്ടെ. നിങ്ങൾ ഓർത്ത് വെച്ചോളൂ, കുട്ടികൾ ഒന്നും കേട്ട് പഠിക്കുകയില്ല, കണ്ടുപഠിക്കുക. ഒന്നും കേട്ട് പഠിക്കില്ല. കേട്ട് പഠിക്കാൻ സാധിക്കില്ല മനുഷ്യന്, കണ്ടുപഠിക്കുന്നു. ഇപ്പം ഞങ്ങളൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? ഇപ്പം ഞങ്ങൾക്ക് 2ാം ക്ലാസ്സിൽ AK അബ്ദുറഹ്മാൻകുട്ടി മാഷ് എന്നൊരു അധ്യാപകനായിരുന്നു. 1ാം തരം അധ്യാപകനാണ്, വളരെ കർക്കശനാണ്. വന്നിട്ട് ആദ്യത്തെ ചോദ്യം എന്താണെന്നറിയാം? കുളിക്കാത്തവരൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ പറയും. അപ്പം 3-4 എഴുന്നേറ്റ് നിൽക്കും. പല്ല് തേക്കാത്തവർ എഴുന്നേറ്റ് നിൽക്കാൻ പറയും. അവർ എഴുന്നേറ്റ് നിൽക്കും. എന്താ കാരണം വെച്ചാൽ അന്നൊക്കെ വളരെ ദാരിദ്ര്യത്തിന് അങ്ങേ അറ്റാണ്. പാവപ്പെട്ട വീടുകളിലെ കുട്ടികൾ, അവർ സ്കൂളിൽ പോകണമെന്ന് അച്ഛനും അമ്മയ്ക്കും ഇല്ല, അവർ കൂട്ടുകാരുടെ കൂടെ ഓടിപ്പോകുന്നതാ, കുപ്പായമൊന്നുമില്ല കേട്ടോ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ആൾക്കാരെന്താ ചെയ്യുന്നറിയാം? വാഴയിൽ എങ്ങനെ പിടിക്കും, ചേമ്പിൻ്റെ ഇല എങ്ങനെ പിടിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഷർട്ട് നനയൂലേ? ഇല്ല, കാരണം ഷർട്ടില്ല, നനയാൻ ഷർട്ടില്ല. പിന്നെ പുസ്തകമില്ല, പുസ്തകമൊന്നുമില്ല. ടെക്സ്റ്റ് ബുക്ക് ഒരു സ്ലേറ്റ് മാത്രമുള്ളത്, അതിങ്ങനെ പിടിച്ചാൽ ആയി. അങ്ങനെയാണ് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ. അപ്പോൾ അബ്ദുറഹ്മാൻകുട്ടി മാഷക്ക് പണി എന്താ? കിണറുണ്ട്, അവിടെ ഉച്ചരിയുണ്ട്, ഈർക്കലുണ്ട്. എങ്ങനെയാ മര്യാദയ്ക്ക് പല്ല് തേക്കുക, എങ്ങനെയാ നാവ് പഠിക്കുക, ഇതൊക്കെ പഠിപ്പിക്കും. എന്നിട്ട് ഉച്ചരിക്കാൻ പഠിപ്പിക്കും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 7 വാഴപ്പഴം താഴെ വീഴുന്നു എന്നാണ് മാഷ് പറയാ. 7 വാഴപ്പഴം താഴെ വീഴുന്നു. അങ്ങനെ എന്ന് ഉച്ചരിച്ച് പഠിക്കണ്ടേ? ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇത് എഴുതുക. ഇപ്പം അക്ഷരം പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പുതിയ സിദ്ധാന്തം. മലയാള അക്ഷരം പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് സിദ്ധാന്തം. എന്നോട് തർക്കിക്കാൻ എന്നെ തെറുവരുന്നതിനൊന്നുമില്ല, അവർക്ക് സ്വാതന്ത്ര്യം പറയാൻ. പഠിപ്പിക്കുകയാണ്. ഒരിക്കലും AK മാഷ് വന്നിട്ട് പറഞ്ഞത്, തേക്ഷ മണ്ണിന്മേൽ പൂക്ഷ കയറി എന്ന് പറഞ്ഞു.
അപ്പം അത് ഞങ്ങൾ 2-3 പേരെ വെച്ച് ബാക്കി എല്ലാവരും ആവർത്തിച്ച് പറഞ്ഞു. മാഷ് പറഞ്ഞ് ആവർത്തിച്ച് പറയണം. അപ്പോൾ മാഷ മുഖത്തൊരു കള്ളച്ചിരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി തകരാറുണ്ട് ഇതിനകത്ത്. ഇങ്ങനെ തേക്ഷ മണ്ണിന്മേൽ പൂക്ഷ കയറി എന്നുള്ളതിൽ എന്തോ കുഴപ്പമുണ്ട് എനിക്ക് 2ാം ക്ലാസ് മനസ്സിലായി. ഇങ്ങനെ മലയാളം ഉച്ചരിക്കാൻ, മലയാളം എഴുതാൻ അത് നിരന്തരം. പിന്നെ വായന, അവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ഞങ്ങളുടെ നാട്ടിലൊരു സർവോദയ വായനശാലയുണ്ട്. അതിൻ്റെ നടത്തിപ്പേരൻ അബ്ദുറഹ്മാൻകുട്ടി മാഷ. അവിടെ നാടകം ഉണ്ടാക്കുന്ന അദ്ദേഹമാണ്, അവിടെ പള്ളി ഉണ്ടാക്കുന്ന അദ്ദേഹമാണ്. മുസ്ലിയാരാണ്, പള്ളിയിൽ വയലു പറയും, പക്ഷേ നാടകം നടത്തും, ഡാൻസ് നടത്തും. എന്താണ് കല, എന്താണ് സാഹിത്യം, എന്താണ് ഗാന്ധി എന്നൊക്കെ 2ാം ക്ലാസ്സിൽ നിന്നേ ഞങ്ങൾക്ക് പറഞ്ഞുതരും. പിന്നെ ഞങ്ങൾക്ക് വേറൊരു ഫിലിപ്പ് മാഷ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പണി ആരൊക്കെ പ്രസംഗിക്കും, ആരൊക്കെ എഴുതും, ആരൊക്കെ ചിത്രം വരയ്ക്കും, ആരൊക്കെ പാട്ട് പാടും, ആരൊക്കെ നന്നായിട്ട് ഓടും എന്ന് കണ്ടെത്തില്ല. ഇംഗ്ലീഷിൻ്റെ ഭാഷ നല്ല സുന്ദരമാണ്, നന്നായിട്ട് പ്രസംഗിക്കും, നന്നായിട്ട് പാട്ട് പാടും. അപ്പം അദ്ദേഹം 5ാം ക്ലാസ്സിൽ നിന്ന് കണ്ടെത്തി ഞാൻ പ്രസംഗിക്കുന്നു. ഞാൻ 5ാം ക്ലാസ് ഇട്ട് പ്രസംഗിക്കൊരു പ്രശ്നം. പിന്നെ ഞങ്ങൾക്ക് ശിവദാസ് ഒരു ഭാഷ ഉണ്ടായിരുന്നു, നെട്ടയം ശിവദാസ്. അദ്ദേഹം ഈ അബ്ദുറഹ്മാൻകുട്ടി മാഷും ശിവദാസ് മാഷും മരിച്ചുപോയി. മറ്റേ ഫിലിപ്പ് മാഷ് ഇപ്പോഴും ഉണ്ട് ഭാഗ്യവശാൽ. അദ്ദേഹം 6ാം ക്ലാസ്സിൽ നിന്ന് ഞങ്ങളോട്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മുണ്ടശ്ശേരിയുടെ പുസ്തകം വരുത്തിയിട്ട് കാവ്യപീഠിക അത് തുറന്നിങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കുന്നു. അപ്പം എന്നോട് 7ാം ക്ലാസ് പഠിക്കുമ്പം ശിവദാസ് മാഷ് പറയും, എടേ അത് തിരുവിതാംകൂറാണ്, ഈ ഫിലിപ്പ് മാഷൊക്കെ ഞങ്ങൾ തെക്കരുതെന്ന് പറയാം. ഫിലിപ്പ് മാഷും ശിവദാസ് മാഷും തെക്കന്മാരെ. എടേ താൻ പോയി വിദ്വാൻ പരീക്ഷ എഴുതണം എന്ന് പറയുന്നോട്. എനിക്ക് വിദ്വാൻ പരീക്ഷ എന്താണെന്ന് അറിയില്ല. എന്നോട് ഇഷ്ടമുള്ള മാഷ് പറഞ്ഞാണല്ലോ, അപ്പം നല്ലതായിരിക്കും വിചാരിച്ചേ. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എടേ താൻ പോയി മലയാളം MA പാസ്സാവണം. ഞാൻ വേറൊന്നും നോക്കിയില്ല, മലയാളം MA പാസ്സായിട്ട് അവർ തിരിഞ്ഞു നോക്കി. ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്ത് മലയാളം MA പരീക്ഷ എഴുതിയിട്ടാണ്. ഈ തരത്തിൽ അതാണ് അധ്യാപകൻ എന്ന് പറയുന്നത്. കുട്ടികളുടെ ഒരു എല്ലാവരും മെന്റർ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഒരാളെ വളർത്തിക്കൊണ്ടുവരിക. ശ്രദ്ധിക്കണം, കുട്ടികളോട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം നിനക്ക് ആരാവണം എന്നാണ്. ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന കുട്ടികളോടൊക്കെ ചോദിക്കുക നിനക്ക് ആരാവണം. ഇതൊക്കെ 6ലും 7ലും പഠിക്കുമ്പോൾ ഞങ്ങളോട് ചോദിച്ചാൽ ആ പറയുന്നത് ഇപ്പം എനിക്ക് പോലീസുകാരനാവണം, എനിക്ക് ആനക്കാരനാവണം, എനിക്ക് പിന്നെ വെളിച്ചപ്പാടാവണം, എനിക്ക് ഡോക്ടറാവണം എന്നൊക്കെ എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ. ചോദിക്കാൻ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഉണ്ടോ? നിനക്ക് ആരാണ് ആവേണ്ടത് മോളെ എന്ന് ചോദിക്കാൻ വല്ല നഷ്ടമുണ്ട്? അതൊന്ന് ചോദിക്കുക. ആ കുട്ടിയുടെ ഉള്ളിൽ ആ ചോദ്യം വരട്ടെ. ഞാൻ ആരാണ്, ഞാൻ ആരാവണം, ഞാൻ എന്തിനു പഠിക്കണം, ഏത് വിഷയം പഠിക്കണം. ഇപ്പോഴാണെങ്കിൽ നിങ്ങളുടെ ജോലി ആദ്യം തീരുമാനിച്ചിട്ടേ പഠിക്കാൻ പറ്റുള്ളൂ, അവിടെ വായിക്കാനും പറ്റുള്ളൂ. നിങ്ങൾ എല്ലാവരും വായിക്കാൻ 3 വർഷം വായിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? സാഹിത്യത്തിൽ താല്പര്യമുള്ളവന് മാത്രമേ ബഷീർ രസിക്കുള്ളൂ, അല്ലെ MT രസിക്കുള്ളൂ. അല്ലാതെ തന്നെ ചിലപ്പോൾ ഗാന്ധിയുടെ ആത്മഹത്യ ആയിരിക്കും രസിക്കുക, വേറൊരുത്തിന് EMSന്റെ കേരള ചരിത്രമായിരിക്കും രസിക്കുക. അപ്പം നിങ്ങൾ ചരിത്രമാണോ വായിക്കുന്നത്, നിങ്ങൾ സാഹിത്യമാണോ? കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട കഥയാണ്, ബീഹാറികൾ പറയുന്ന കഥയാണ്. എല്ലാ കഥയും തുടങ്ങുന്നത് അങ്ങനെയാണ്. എങ്ങനെയാണത്? പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാക്കന്മാരുടെയൊക്കെ പഴയ കാലത്തെ വലിയ വിനോദം എന്ന് പറയുന്നത് എന്തിപ്പോൾ നിരോധിച്ചു പോയി, നായാട്ടാണ്. സംസ്കൃതത്തിൽ മൃഗയാ വിനോദം എന്ന് പറയും. അപ്പോൾ രാജാവ് നായാട്ടിന് പോയി. നായാടുന്നത് എങ്ങനെയാണ്? നായാടുമ്പോൾ ആദ്യം കാടളക്കും. കാടളക്കിയാൽ സാധാരണഗതിയിൽ മന്ത്രിമാരുടെ കൂടെ സൈനികരുടെ കൂടെ തന്നെ രാജാവൊക്കെ വേർപെട്ടു പോകും. അപ്പോൾ ഈ രാജാവ് വേർപെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ കൂടെ ആരുണ്ട്? മന്ത്രിയുണ്ട്, ഒരു പരിചാരകനുണ്ട്. അപ്പോൾ മറ്റുള്ളവരൊക്കെ കാടിൻ്റെ പല ഭാഗത്തുമാണ്. അങ്ങനെ നടന്ന് വിശന്ന് വലഞ്ഞ് ഒന്നും കിട്ടാതൊക്കെ കഷ്ടപ്പെട്ടപ്പോൾ അവർ നോക്കുമ്പോൾ ഒരു വലിയ അരുവി വരുന്നു. അതിൻ്റെ തീരത്തൊരു വലിയ പാറയുണ്ട്, അതിൻ്റെ അടുത്തൊരു വലിയ മരമുണ്ട്, അവിടെ കായികനികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രാജാവും മന്ത്രിയും പരിചാരകരൊക്കെ കായികനികളൊക്കെ ഭക്ഷിച്ച് ചോലയിലെ വെള്ളം കുടിച്ച് ആ മരത്തിൻ്റെ ചോട്ടിൽ ആ പാറപ്പുറത്ത് അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞ് ക്ഷീണിച്ചപ്പോൾ കിടന്നു ഉറങ്ങി. 3 ആളും ഉറങ്ങി, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നട്ടപ്പാതിരയ്ക്ക് രാജാവ് ഉണർന്നു. നോക്കുമ്പോൾ എന്താ സ്ഥിതി? നല്ല നിറകൊണ്ട പാതിര, പൂനിലാവ്,
കാട്ടുപൂക്കളുടെ സുഗന്ധം, കുളിർകാറ്റ്. അപ്പൊ ഇതൊക്കെ ആസ്വദിച്ച് താൻ രാജാവാണ്, കാട്ടിൽ നായകനെന്നൊക്കെ പറഞ്ഞിട്ട് അതേ ഈ വനഭംഗി ആസ്വദിച്ച് ഇങ്ങനെ അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മന്ത്രി ഉണർന്നു. പിന്നെ കാട്ടുപൂക്കളുടെ സുഗന്ധം ആസ്വദിക്കാൻ സൗകര്യമുണ്ടോ? രാജാവിനെ കാണാനില്ല. അദ്ദേഹം ആകെ പരിഭ്രമിച്ചിട്ട് രാജാവിന് തെരഞ്ഞു പോയി. കുറച്ച് കഴിഞ്ഞ് പരിചാരകൻ ഉണർന്നു. നോക്കുമ്പോൾ എന്താ സ്ഥിതി? രാജാവിനെയും കാണാനില്ല, മന്ത്രിയും കാണാനില്ല. തൻ്റെ തല പോയതെന്ന് ധരിച്ചിട്ട് ആ സാധു ഇവരെ രണ്ടാളും തെരഞ്ഞൊരു വഴിക്ക് പോയി. അപ്പോൾ നിറകൊണ്ട പാതിര, മഹാവനം, നിലാവ്, ഇതിനിടെ കൂടിയേ ഈ പരിചാരകൻ ഇങ്ങനെ വന്നപ്പോൾ ഒരു പർണകുടീരത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ കമണ്ടലൊക്കെ വെച്ച അന്ധനായൊരു താപസൻ തപസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പരിചാരകൻ ചോദിച്ചു, പൊട്ടക്കണ്ണ, ഞങ്ങളുടെ രാജാവ് ഇതിൽ പോയി താൻ കണ്ടോ എന്ന് ചോദിച്ചു. സ്വാമി, സന്യാസി പറഞ്ഞു, ഇല്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് മന്ത്രി അവിടെ എത്തി. അപ്പം മന്ത്രി ചോദിച്ചു, താപസ, ഇതില് ഞങ്ങളുടെ രാജാവ് പോകുന്നത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ലല്ലോ. അല്ല, രാജാവ് തിരിഞ്ഞു പോയി. രാജാവ് ഒരു ഘട്ടത്തിൽ താൻ എന്താ അബദ്ധ കാണിച്ചത്? ഈ കാട്ടുഭംഗി ആസ്വദിച്ച് നിലാവും കുളിർകാറ്റൊക്കെ നോക്കി നടന്നാൽ പറ്റുമോ? മന്ത്രിയും പരിചാരകനും തന്നെ തിരിഞ്ഞു വെച്ചാൽ അദ്ദേഹം പഴയ പറവൂർത്ത് നോക്കുക, അവിടെ രണ്ടാൾ കാണാനില്ല. അപ്പൊ അദ്ദേഹം വരെയും തിരിഞ്ഞു പോയി. കറങ്ങി തിരിഞ്ഞ് അദ്ദേഹം ഈ മുനിയുടെ മുമ്പിലെത്തി. അദ്ദേഹം അപ്പം രാജാവ് ചോദിച്ചു, മഹാത്മൻ, ആരെങ്കിലും അന്വേഷിച്ച് ഈ വഴി പോകുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽ വന്നിരുന്നു? ഉടനെ മുനി പറഞ്ഞു, ഉവ് മഹാരാജൻ. ആദ്യം അങ്ങയെ അന്വേഷിച്ച് അങ്ങയുടെ പരിചാരകനും, രണ്ടാമത് അങ്ങയെ അന്വേഷിച്ച് അങ്ങയുടെ മന്ത്രിയും ഇതിൽ വന്നിരുന്നു. എൻ്റെ ഇടതുഭാഗത്ത് കാണുന്ന വഴിയിലൂടെ അവർ മുന്നോട്ട് പോയി. ആ വഴിക്ക് പോയാൽ അങ്ങക്ക് അവരെ കാണാം. അപ്പൊ രാജാവിന് വലിയ അത്ഭുതം. കാട്ടിൽ കിടക്കുന്ന ഒരു മുനി, അതും അന്ധൻ, താൻ രാജാവാണെന്ന് എങ്ങനെ മനസ്സിലാക്കി? മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കി? അപ്പൊ ഇന്നാണെങ്കിൽ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടാവും, അല്ലേ, ടി വി കണ്ടിട്ടുണ്ടാവും. അന്ന് ഇതൊന്നും ഒരു വഴിയില്ല. അപ്പം മഹാരാജാവ് അത്ഭുതപ്പെട്ട് ചോദിച്ചു, മഹാത്മൻ, ഞാൻ അങ്ങോട്ടൊരു സംശയം ചോദിച്ചോളൂ. കണ്ടിട്ട് അങ്ങ് അന്ധനാണെന്ന് തോന്നുന്നു. അതെ, ഞാൻ ജന്മനാ അന്ധനാണ്. പിന്നെ ഞാൻ രാജാവാണ് എന്നും ആദ്യം വന്നത് പരിചാരകനാണ് എന്നും രണ്ടാമതൊന്ന് മന്ത്രിയാണ് എന്നൊക്കെ അങ്ങ് എങ്ങനെ മനസ്സിലാക്കി? അപ്പോൾ ആ മുനി പറഞ്ഞു, മഹാരാജൻ, ആളുകളെ അറിയുന്നത് അവരുടെ വാക്കുകൊണ്ടാണ്. എങ്ങനെ? ആളുകളെ അറിയുന്നത് അവരുടെ വാക്കുകൊണ്ടാണ്. നിങ്ങൾ വന്ന കാർ എത്ര ലക്ഷത്തിൻ്റെ ആണ്? നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ് എത്ര ലക്ഷത്തിൻ്റെ ആണ്? നിങ്ങളുടെ കുപ്പായത്തിന് എത്ര രൂപ വിലയുണ്ട് എന്നുള്ളതൊക്കെ തീരും നിങ്ങൾ വായ തുറന്നാൽ. അത് വായ തുറക്കേ വേണ്ടു. അത് ഒരു അന്ധനായ മുനിക്ക്, വനമധ്യത്തിൽ തപസ് ചെയ്യുന്ന ഒരു മുനിക്ക് അത് മനസ്സിലാവും. ക്രിസ്തു ശിഷ്യന്മാരോട് പറയും, മരത്തെ ഫലം കൊണ്ടെന്ന പോലെ ഒരുവനെ അവന്റെ പ്രവൃത്തി കൊണ്ട് തിരിച്ചറിയുന്നു എന്നാണ്. നേന്ത്രക്കായ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ആ മരം തെങ്ങാണെന്ന്, അല്ലേ? അങ്ങനെയില്ല. ക്രിസ്തുവിനെ കളിയാക്കും അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ. എന്താ പറയുന്നറിയോ? ക്രിസ്തുവിൻ്റെ കൂടുതലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വളരെ പാവപ്പെട്ട ആൾക്കാർ, മുക്കുവന്മാർ, ആചാര്യമാർ, വേശ്യകൾ. അപ്പം ഇവർ പലപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകില്ല. അപ്പോൾ ക്രിസ്തുവിനോട് അവർ പറഞ്ഞു, എന്താണ് നിന്റെ ആളുകളുടെയൊക്കെ സ്ഥിതി? അവർ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ, വൃത്തിയില്ലല്ലോ. അപ്പോൾ ക്രിസ്തു പറഞ്ഞു, വായിലേക്ക് പോകുന്നതിനേക്കാൾ വൃത്തി വേണ്ടത് വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനാണ്. അടുത്ത പറ്റുന്നറിയോ? അത് വാക്കാണല്ലോ, അത് വേറെ ഒരുത്തൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നുവല്ലോ. അപ്പൊ നിങ്ങൾക്കൊരു സംസ്കൃത ചിത്തനാവണം, നിങ്ങളുടെ വാക്ക് ശുദ്ധീകരിക്കണം എന്ന് വാസ്തവത്തിലുണ്ടെങ്കിൽ, ഇപ്പൊ കുപ്പായം തിരുമണം എന്ന് എല്ലാവർക്കും അറിയാം, കുപ്പായം തേക്കണം എന്ന് എല്ലാവർക്കും അറിയാം. ഒരു
കല്യാണത്തിന് പോയ സാരി എടുത്തിട്ട് അതേ കല്യാണത്തിൻ്റെ റിസപ്ഷന് പോകാൻ പാടില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ പെണ്ണുങ്ങൾക്ക് അറിയില്ലേ? അറിയാം. പിന്നെ എന്ത് സംശയം? എന്ത് സംശയം? അല്ല, ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഒരാളുള്ളതുകൊണ്ട് മനസ്സിലാകുന്ന കേട്ടോ. അപ്പൊ വൃത്തി എന്ന് പറയുന്ന സാധനം എന്താണ്? ഏതിനാ നിങ്ങൾ വൃത്തി എന്ന് പറയുന്നത്? ആണ് ക്രിസ്തു പറഞ്ഞത്, നിങ്ങളുടെ വായിലേക്ക് പോകുന്നതിനേക്കാൾ വൃത്തി വേണ്ടത് വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിനാണ്. നിങ്ങൾ എന്ത് വായിക്കുന്നു, എങ്ങനെ വായിക്കുന്നു, എപ്പോഴാണ് വായിക്കാൻ സമയം? അതാ ഒരു പ്രധാന ചോദ്യം. എന്താ മാഷ ഈ പറയുന്നത്? എവിടെയാണ് നമുക്ക് സമയം? സാധാരണ ഇതിലിപ്പോൾ ഈ ആണുങ്ങൾ എന്ന് പറയുന്ന പോക്കിരികൾ പറയുന്ന ഒരു കാര്യം, പെണ്ണുങ്ങൾക്കൊന്നും ഒരു പണിയില്ല, ഭാര്യക്കെന്തതിലേ അവർക്കൊരു പണിയില്ല. എല്ലാവർക്കും ഉള്ള പരാതിയാണ് സമയമില്ല. ഞാൻ നിങ്ങളോടൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുക. എന്താണ് ഈ സമയം എന്ന് പറയുന്നത്? സമയം ഉള്ള ഒരു സാധനമല്ല, നമ്മൾ മനസ്സുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. എങ്ങനെ? ഉള്ള ഒരു സാധനമല്ല, നിങ്ങൾക്ക് പിടിയിലുള്ള സാധനമല്ല അത്. മഹാഭാരതത്തിൽ പറയും, കാലമാണ് ഈശ്വരൻ എന്ന് പറയും. ഒരു സ്ഥലത്ത് തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതുന്നുണ്ട്, കാലസ്വരൂപനാം ഈശ്വരൻ. ഞാൻ വേറെ മുഹമ്മദ് നബിയുടെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. അതിലിങ്ങനെ നബി വചനത്തിൽ ഖുർആൻ വേറെ ഹദീസ് വേറെ എന്നുണ്ട്. നബി പറഞ്ഞത് ഹദീസ്, ദൈവം പറഞ്ഞത് ഖുർആൻ. അങ്ങനെയാണ് വിശ്വാസികളുടെ വിഭജനം. അള്ളാഹു പറഞ്ഞു എന്ന് നബി പറഞ്ഞതും ഖുർആൻ ഇല്ലാത്തതായ ഒരു സാധനമുണ്ട്. അതിന് പേര് ഖുദ്സി ഹദീസ്. ഒരു ഖുദ്സി ഹദീസിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ കാലത്തെ മറികടക്കാൻ ശ്രമിക്കരുത്, ഞാനാണ് കാലം എന്ന് അള്ളാഹു പറയുന്നു. ഭയങ്കര സാധനം കാലം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മരണത്തെ കാലം എന്ന് വിളിക്കുന്നത്. മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്, വളരെ പ്രയാസമാണ്, വളരെ പ്രയാസമാണ്. കാലത്തിൻ്റെ മാറ്റം എങ്ങനെയാണ് കാലം മാറുന്നത്, എങ്ങനെയാണ് കാലഗതി അടങ്ങുന്നത് നമ്മൾ പറയാം. നമുക്ക് തിരിയുന്നേ ഇല്ല അതെന്താണ് കാലം. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മുടെ കാലം എന്ന് പറയുന്നത്, നമ്മുടെ സമയം എന്ന് പറയുന്നത് നമുക്ക് മനസ്സുകൊണ്ട് ഉണ്ടാക്കാവുന്ന ഒന്നാണ്. നിങ്ങളുടെ പരിഗണന, മുൻഗണനാക്രമം എന്താണെന്നുള്ള, നിങ്ങളുടെ പ്രയോറിറ്റി എന്താണെന്നുള്ളതാണ്. ഇപ്പം ഞാനൊരു എൻ്റെ ഒരു സ്നേഹിതയോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ ഇങ്ങനെ എന്തോ റിസർച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, എന്താ കാരശ്ശേരി പറഞ്ഞു, എനിക്ക് 5 മണിക്ക് എണീറ്റാൽ രാത്രി 9 മണി വരെ പണിയുണ്ട്, ഭർത്താവുണ്ട്, കുട്ടികളുണ്ട്, ജോലിയുണ്ട്, ഒക്കെ ശരിയാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിനക്ക് എന്തുകൊണ്ട് 5 മണിക്ക് എണീക്കുന്നത് 4 മണിക്ക് എണീറ്റൂടാ? 1 മണിക്കൂർ എനിക്ക് കിട്ടിയില്ലേ? അപ്പോൾ അവൾ പറഞ്ഞു, അത് ഞാൻ നോക്കാം. അപ്പോൾ വായിക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെയാണ്. അത് വകതിലുള്ള എല്ലാവരും പറയും, എൻ്റെ അനുഭവം അതാണ്. നിങ്ങൾ നേരത്തെ, അതായത് ഇപ്പോഴുള്ളൊരു പ്രശ്നം വൈകിയാണ് കിടക്കുന്നത്. ഇപ്പം സമയം മുഴുവൻ പോകുന്നത് നിങ്ങളുടെ അഡിക്ഷൻ, നിങ്ങളുടെ കുട്ടികളുടെ അഡിക്ഷൻ എവിടെയാ? അഡിക്ഷൻ നിങ്ങൾ വിചാരിക്കും ലഹരിയിലാണ്. ലഹരിയിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്താണ് MDMA അല്ലേ? ഇവിടെ കൊടുവള്ളി ഒക്കെ ആകുമ്പം അത് പറഞ്ഞാൽ വളരെ കൃത്യമായിരിക്കും. അങ്ങനെയാണ് വാർത്തകളൊക്കെ വരുന്നത് കേട്ടോ. ഞങ്ങളുടെ മൊക്കൊട്ടും മോശമായിട്ടല്ല ഈ പറഞ്ഞത്, പക്ഷെ താമരശ്ശേരി കൊടുവള്ളിയൊക്കെ ഇതിൻ്റെ വലിയ ചാമ്പ്യന്മാരുള്ള സ്ഥലമാണ്. എൻ്റെ സുഹൃത്ത് കോതൂർ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതിയിട്ടുണ്ട്, കൊടുവള്ളിയുടെ കഥ എൻ്റെയും എന്ന് പറഞ്ഞിട്ട്. അത് അവസാനിക്കുന്നത് ഈ സങ്കടത്തിലാണ്. അപ്പോൾ ജീവിതത്തിൽ ഏറ്റവും വിലപിടിച്ച സാധനത്തിൻ്റെ പേര് സമയം എന്നാണ്. സമയം. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ സമയമാണ്. നമ്മൾ പറയുമല്ലോ, അത് സമയമായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ പണം ചെലവാക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കും. പണം ചെലവാക്കുമ്പോൾ ആർക്ക് വേണ്ടിയാണ്, എന്തിനു വേണ്ടിയാണ് വളരെ ശ്രദ്ധിക്കും. പണം പോയാൽ ഉണ്ടാക്കാം, പോയാൽ പോട്ടെ വെച്ചാൽ കഴിഞ്ഞു, അത്രയുള്ള എനിക്ക് മൂല്യം. ഈ സമയം എന്ന് പറഞ്ഞ സാധനം പോയാൽ കഴിഞ്ഞു. അത് പിന്നെ അത് തിരിച്ചു വരില്ല. ആർക്കും അങ്ങനെ ഒരു വിദ്യ അറിഞ്ഞുകൂടാ. പിന്നെ ഇപ്പോൾ ചില മതക്കാരൊക്കെ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ഞാനതിൽ വിശ്വസിക്കുന്ന ആളല്ല കേട്ടോ, പുനർജന്മം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതിനെ പറ്റി പറയാം. അപ്പോൾ ഇവിടെ പത്രം വായിക്കാൻ, വീക്കിലി വായിക്കാൻ, ഇതിനേക്കാളൊക്കെ പ്രധാനം പുസ്തകം വായിക്കാൻ സമയമുണ്ടോ?
കുട്ടികളോട് അങ്ങനെ നമ്മൾ പറയണമെങ്കിൽ എല്ലാവർക്കും അറിയുന്ന മാതിരി നമ്മളത് ചെയ്യണം. ഇപ്പോൾ വൈകി ക്ലാസ്സിൽ വരുന്ന ഒരു അധ്യാപകന് വൈകരുത് എന്ന് കുട്ടികളോട് പറയാനുള്ള അവകാശമില്ല, ഉണ്ടോ? കള്ളു കുടിക്കുന്ന ഒരു അധ്യാപകന് കള്ളു കുടിക്കരുത് എന്ന് പറയാനുള്ള അവകാശമില്ല. പുക വലിക്കുന്ന അധ്യാപകന് പുക വലിക്കരുതെന്ന് പറയാൻ അവകാശമില്ല. ആണ് വാക്കാണ്. നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വാക്കാണ്. ആ കഥയെ പറഞ്ഞ മാതിരി നിങ്ങൾ ആരാന്ന് അറിയും. അപ്പോൾ ഇതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, അതൊരു കൃത്യസമയമായാൽ വളരെ നന്നായി. നമ്മുടെ ബോഡിയിലൊരു ക്ലോക്ക് ഉണ്ട് ശരീരത്തിനകത്ത്. അതുകൊണ്ട് നമുക്കൊരു കൃത്യസമയത്ത് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നതും, എല്ലാവർക്കും അല്ല, കൃത്യം പാലിക്കുന്ന ആൾ കൃത്യസമയത്ത് കക്കൂസ് പോകാൻ കഴിയുന്നതും, കൃത്യസമയത്ത് മൂത്രമൊഴിക്കാൻ മുട്ടുന്നതും, കൃത്യസമയത്ത് വിശ്രമിക്കാൻ തോന്നുന്നതൊക്കെ ബോഡി ക്ലോക്ക് ഉള്ളതുകൊണ്ടാണ്. അത് ഇവിടുന്ന് പോയാൽ ഇന്ത്യക്ക് പുറത്ത് കിടന്നാൽ വേഗം മനസ്സിലാവും ബോഡി ക്ലോക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പം ഇതിനകത്ത് ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും, 1 മണിക്കൂർ പോരാ. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ എത്ര വായിക്കുന്നുണ്ട്. ഞാൻ ആവറേജ് ഒരു ദിവസം 6 മണിക്കൂർ വായിക്കുന്നുണ്ട്. അത് വീക്കിലും പുസ്തകവും നല്ല, പിന്നെ പത്രവും നല്ല പറഞ്ഞ് പുസ്തകം തന്നെ വായിക്കുന്നുണ്ട്. പിന്നെ ഒരു സൗകര്യമുണ്ട്, എനിക്ക് ജോലിയില്ല, ഞാൻ റിട്ടയർ ചെയ്ത് 13 കൊല്ലമായി. എനിക്ക് വീട്ടിൽ അന്വേഷിക്കാൻ കാര്യങ്ങളൊന്നുമില്ല. കാരണം എൻ്റെ മക്കളൊക്കെ ദൂരെയാണ്, പേരമക്കളൊക്കെ ദൂരെയാണ്. അതുകൊണ്ട് എനിക്ക് ഇതൊന്നും എല്ലാവർക്കും ഉണ്ടായിരുന്നു വരില്ല. പിന്നെ ഇതൊരു മനസ്സ്, അതായത് ഈ സമയം ഉണ്ടാക്കാനുള്ള ഒരു മനസ്സൊരുക്കം നടത്തുക എന്നുള്ളതാണ്. അത് തുടങ്ങാൻ നല്ലത്, ഗൗരവമുള്ളതല്ല, കുറച്ച് ലളിതമായിട്ട് വായിക്കാവുന്ന. ഇപ്പോൾ നല്ലൊരു ഓതറാണ് ബഷീർ, വേറെ ഓതറാണ് MT, തകഴി, കാരൂർ നീലകണ്ഠപിള്ള, മാധവിക്കുട്ടി, MP നാരായണപിള്ള, അങ്ങനെ ഒരുപാട് ആളുകൾ, പുനത്തിൽ കുഞ്ഞബ്ദുല്ല, കാക്കനാട്. പിന്നെ കുറച്ച് ചരിത്രം, കുറച്ച് തത്വചിന്ത, കുറച്ച് രാഷ്ട്രീയം ഒക്കെ വായിക്കാം. അപ്പോൾ ഈ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ഫ്രഷാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, പത്രം വായിക്കാതെ എല്ലാ വിവരം അറിയില്ലേ? എല്ലാ വിവരം അറിയാം. അപ്പോൾ കഴിഞ്ഞ 6 മാസം ഒരു പത്രവും കാണാതെയാണ് ഞാൻ ജീവിച്ചത്. മാതൃഭൂമിയൊന്നും കണ്ടിട്ടില്ല. എന്താ കാരണം? ഏഷ്യാനെറ്റും മനോരമ ചാനലും 24 ഒക്കെ ഉണ്ട്, അത് കണ്ടാൽ മതി. വിവരം കിട്ടാൻ നിങ്ങൾ TV പോലും കാണണ്ട, റേഡിയോ പോലും, എയറിലുണ്ട് ഈ വിവരങ്ങളൊക്കെ. വായിക്കുന്ന വിവരം കിട്ടാനല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതാ, വായിക്കുന്നത് നിങ്ങളുടെ ഭാവന വളരാനാണ്. അത് മറ്റുകൊണ്ട് വളരില്ല. നിങ്ങൾ രാമായണം വായിക്കുമ്പോൾ 10 തലയുള്ള രാവണൻ അല്ലേ? 10 തല ഉണ്ടാവും ഒരാൾക്ക്. 100 തലയുണ്ടെന്ന് വാൽമീകി രാമായണത്തിലുണ്ട്. ഭാവന. അപ്പോൾ ഹനുമാൻ എന്ന് ഒരു വാനരൻ, അയാൾ 100 യോജന ചാടുന്നു എന്നാണ് ഭാവന. അപ്പൊ ഭാവന വളരണമെങ്കിൽ വായന വേണം, ചിന്ത വളരണമെങ്കിലും വായന വേണം. TV നിങ്ങൾ കാണുമ്പോൾ ഒരു അവതാരകന്റെയോ ഒരു പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന ഒരാളുടെയോ ചിന്തയെ പിന്തുടരുക. നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾ ഗാന്ധിയുടെ ആത്മകഥ വായിക്കുമ്പോൾ, അല്ലെ EMSന്റെ കേരളചരിത്രം വായിക്കുമ്പോൾ, അല്ലെ PK ബാലകൃഷ്ണന്റെ ഒരു പുസ്തകം വായിക്കുമ്പോൾ, കുട്ടികൃഷ്ണമാരാരുടെ ഭാരവരണം വായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ യുക്തി, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ഭാവന ഇതൊക്കെ വളരണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ട് കാര്യമില്ല. എൻ്റെ മനസ്സ് ആ സമയത്ത് വളരെ വളരെ പ്രൊഡക്റ്റീവാണ്, വളരെ സർഗാത്മകമാണത്. ആ സർഗാത്മകതയാണ് നമ്മളെ വളർത്തുന്നത്. വായന കൊണ്ടേ വളരുള്ളൂ. വരുമ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഞാൻ ഉദാഹരണം പറയാം. ഞാനൊരു പുരുഷനാണ്, എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഒരു സ്ത്രീയുടെ മനസ്സ്, എങ്ങനെയാണ് ഒരു സ്ത്രീ പ്രേമിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെ ഒരു പെണ്ണ് ഗർഭം ധരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെ പ്രസവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഇതെനിക്കറിയാം, ഉമ്മാച്ചു വായിച്ചാൽ മതി. ഞാൻ ഇതിൻ്റെ വേറെ ഒരു അർത്ഥമുള്ള ഒരു കഥ പറയാം. ഈ കഥ ഭീഷ്മർ പറഞ്ഞ കഥയാണ് മഹാഭാരതത്തിൽ. ഗംഭീര കഥയാട്ടോ. പണ്ട് ഒരു രാജ്യത്ത് ഭംഗാസ്വനൻ എന്നു പേരായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഭംഗാസ്വനൻ എന്ന് പറയുന്ന രാജാവ് വളരെ സുന്ദരനായിരുന്നു, ആരോഗ്യവാനായിരുന്നു, വില്ലാളി വീരനായിരുന്നു, നല്ല രാജാവാണ്. അദ്ദേഹത്തിന് മക്കളുണ്ടായില്ല. മക്കളില്ലാതിരിക്കാൻ ഉണ്ടാവാൻ വേണ്ടി അദ്ദേഹം ഒരു യാഗം നടത്തി.
ആ യാഗം ദേവേന്ദ്രന് ഇഷ്ടമുള്ള യാഗമല്ല. എന്നാലും അദ്ദേഹം നടത്തി. ദേവേന്ദ്രനെ വകവച്ചില്ല. അദ്ദേഹത്തിന് 100 മക്കളുണ്ടായി. വളരെ സന്തോഷമായിട്ട് ജീവിക്കാൻ. ഈ സമയത്ത് ഈ ഭംഗാസുരൻ എന്തെങ്കിലും ഒരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ദേവേന്ദ്രന് പിന്നാലെ കൂടി. ഒരിക്കലും രാജാവ് എല്ലാ രാജാക്കന്മാരും ഒരു കാട്ടിൽ നായാട്ടിന് പോയി. നായാട്ടിന് പോയി ഇദ്ദേഹം ഒരു വഴിക്ക് ഒറ്റപ്പെട്ടു. അപ്പോൾ ദേവേന്ദ്രൻ അദ്ദേഹത്തെ കറങ്ങി തിരിച്ചൊരു പൊയ്കയുടെ തീരത്തെത്തിച്ചു. അപ്പോൾ രാജാവിന് ദാഹിക്കുന്നുണ്ട്, വിശക്കുന്നുണ്ട്, ക്ഷീണമുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു? അതിൽ വെള്ളം കുറേ മുക്കി കുടിച്ചു. പിന്നെ ആ പൊയ്കയിലിറങ്ങി മുങ്ങി ഉണർന്നപ്പോൾ ഒരു അത്ഭുതമുണ്ടായി. ഈ രാജാവ് അതിസുന്ദരിയായ ഒരു പെണ്ണായിട്ട് കോലം മാറിപ്പോയി. ആ പൊയ്കയിൽ ആരിറങ്ങി മുങ്ങിയാലും പെണ്ണായി പോകുന്ന ഇയാൾക്ക് അറിഞ്ഞൂടാ. അവിടെ എത്തിച്ചത് ദേവേന്ദ്രൻ. ഇപ്പം രാജാവാകെ കഷ്ടത്തിലായി. സൈനികരായി തന്നെ കണ്ടറിയില്ലല്ലോ. അദ്ദേഹം എങ്ങനെയൊക്കെയോ നാട്ടിലെത്തി ഭാര്യയോടും മക്കളോടൊക്കെ വിവരം പറഞ്ഞു. ഇത് ഞാൻ നിങ്ങളുടെ രാജാവ് ഭംഗാസുരനാണ്, ഞാൻ സ്ത്രീയായിപ്പോയി, ഇനി ഞാനിവിടെ മക്കളെ ഭരണമൊക്കെ ഏൽപ്പിച്ച് അദ്ദേഹം കാട്ടിലേക്ക് പോയി. അദ്ദേഹം കാട്ടിൽ ചെന്നപ്പോൾ ഒരു അപകടം ഉണ്ടായി. ഈ സുന്ദരിയെ കണ്ടിട്ട് ഒരു മഹർഷിക്ക് വലിയ ഭ്രമം തോന്നിയിട്ട് മഹർഷി അവളെ കല്യാണം കഴിച്ചു. അപ്പോൾ അവിടെ സ്ത്രീയായിട്ട് ജീവിക്കാൻ. അതിൽ 100 മക്കളുണ്ടായി. അപ്പോൾ ഭംഗാസുരന് ആദ്യം പുരുഷനായപ്പോഴും 100 മക്കളുണ്ട്, സ്ത്രീ ആയപ്പോഴും 100 മക്കളുണ്ട്. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മക്കളെയൊക്കെ കൂട്ടിയിട്ട് നാട്ടിൽ വന്ന് ഇവരൊക്കെ പരിചയപ്പെടുത്തി. അങ്ങനെ 200 മക്കളും അദ്ദേഹത്തിൻ്റെ രാജധാനിയിൽ താമസമായി. അപ്പോൾ ഇതും കൂടി കണ്ടപ്പോഴേക്ക് ദേവേന്ദ്രൻ അസൂയ സഹിക്കുന്നില്ല. ഇയാൾക്കൊരാപത്തും വന്നില്ലല്ലോ. അപ്പോൾ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ഇവിടെ വന്ന് ഈ മക്കൾ തമ്മിൽ ഏഷണി കൂട്ടി. അദ്ദേഹം പറഞ്ഞത്, ഒരു മഹർഷിയുടെ മക്കൾ എങ്ങനെയാ രാജകൊട്ടാരത്തിൽ താമസിക്കുക, അവർക്ക് എങ്ങനെ രാജാധികാരം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ് സ്വാഭാവികമാണല്ലോ, നമ്മളെ നാട്ടിലൊക്കെ പതിവുള്ള ഏഷണി. അപ്പോൾ ഏഷണി കൂട്ടി ഇവർ തമ്മിൽ യുദ്ധം ചെയ്ത് 200 എണ്ണവും മരിച്ചുപോയി. ഈ വിവരങ്ങളൊക്കെ കേട്ടിട്ട് ഈ ഭംഗാസനൻ എന്നുള്ള സുന്ദരി കാട്ടിലിരുന്ന് വലിയ വായിൽ നിലവിളിക്കുകയാണ്. അപ്പോൾ ഒന്നും അറിയാത്ത മതി ദേവേന്ദ്രൻ ചോദിച്ചു, എന്താ കരയുന്നത്, എന്തു പറ്റി? ഇതൊക്കെ അതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഭംഗാസൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ രാജാവായി, അവിടുന്ന് ഇങ്ങനെ 100 മക്കളുണ്ടായി, അത് കഴിഞ്ഞാൽ സ്ത്രീ ആയിപ്പോയി, പിന്നെ 100 മക്കളുണ്ടായി. അപ്പോൾ ദേവേന്ദ്രൻ ചോദിച്ചു, നീ എന്തിനാ ഇന്ന യാഗം നടത്തിയത്? അത് അപ്പോൾ ദേവേന്ദ്രൻ രൂപം വെളിപ്പെടുത്തി, ഞാൻ ദേവേന്ദ്രനാണ്, നീ ആ യാഗം നടത്തിയതിൻ്റെ പ്രതികാരം ചെയ്തു. അപ്പോൾ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു, എന്നോട് മാപ്പാക്കണം, പിന്നെ എനിക്ക് അബദ്ധം പറ്റിയതാണ്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, എന്നോട് വിരോധം വിചാരിക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, നിന്റെ 200 മക്കളിൽ 100 പേരെ ജീവിപ്പിക്കാം, നിനക്ക് ആരെ വേണം എന്ന് ചോദിച്ചു. നീ അച്ഛനായിരിക്കുമ്പോൾ പിറന്ന മക്കൾ വേണം, സ്ത്രീ ആയിരിക്കും പിറന്ന മക്കൾ വേണം? ഭംഗാസനൻ 1 മിനിറ്റ് ആലോചിക്കാതെ പറഞ്ഞു, ഞാൻ പെറ്റ മക്കൾ ജീവിക്കട്ടെ. അപ്പോൾ ദേവേന്ദ്രൻ ചോദിച്ചു, അതെന്താ? ഒന്നുമില്ല, അമ്മയ്ക്കാണ് മക്കളോട് കൂടുതൽ സ്നേഹം, അച്ഛനല്ല. അത് എനിക്ക് രണ്ടും അറിയാം, അച്ഛനായിട്ടും എനിക്കറിയാം, അമ്മയായിട്ടും അറിയാം. അതുകൊണ്ട് കൂടുതൽ സ്നേഹമുള്ളത് അമ്മയ്ക്കാണ്, അതുകൊണ്ട് ഞാൻ പ്രസവിച്ച മക്കളൊക്കെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ദേവേന്ദ്രൻ ദയവ് തോന്നിയിട്ട് 200 മക്കളെയും ജീവിപ്പിച്ചു. പിന്നെ പറഞ്ഞു ഭംഗാസനോട്, നിനക്ക് നിന്റെ പൗരുഷം തിരിച്ചു തരാം, നിന്റെ രാജ്യവും തിരിച്ചു തരാം. ഭംഗാസൻ പറഞ്ഞു, എനിക്ക് വേണ്ട. അപ്പോൾ ദേവേന്ദ്രൻ ആകെ അത്ഭുതമായി. അപ്പോൾ എന്താ അങ്ങനെ പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ആണായിട്ടും ജീവിച്ചു, പെണ്ണായിട്ടും ജീവിച്ചു, എനിക്ക് മനസ്സിലായി ലൈംഗികതയിൽ ഏറ്റവും കൂടുതൽ ആനന്ദം അനുഭവിക്കുന്നത് സ്ത്രീയാണ്, അതുകൊണ്ട് എനിക്കത് മതി, എനിക്കിനി രാജ്യമൊന്നും വേണ്ട. അങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കാൻ കഴിയാതെ ദേവേന്ദ്രൻ തിരിച്ചുപോയി എന്ന് ഭീഷ്മർ പറയുന്ന ഒരു കഥയിൽ മഹാഭാരതത്തിൽ പറയും. ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. നമ്മളിതൊക്കെ അനുഭവിക്കുന്നത് എപ്പോഴാണ്? പുസ്തകം വായിക്കുമ്പോഴാണ്. നമ്മൾ രാവണനായിട്ടും രാമനായിട്ടും യുധിഷ്ഠിരനായിട്ടും കൃഷ്ണനായിട്ടും ഒക്കെ ജീവിക്കുകയാണ്. മജീദായിട്ടും സൊഹറയായിട്ടും പളനിയായിട്ടും കറുത്തമ്മയായിട്ടും ഒക്കെ നമ്മൾ ജീവിക്കും. അങ്ങനെ ജീവിതാനുഭവങ്ങൾ, അനുഭൂതികൾ, നമുക്ക് ജീവിതത്തിൽ കിട്ടാത്ത അനുഭവങ്ങൾ, നമ്മൾ ഒരിക്കലും കണ്ടിട്ടും കേട്ടില്ലാത്ത ലോകം, അങ്ങനെ. അപ്പോൾ ആ തരത്തിൽ നമ്മുടെ മനോവികാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിനിമയേക്കാളൊക്കെ പ്രധാനമാണ് പുസ്തക വായന ഘട്ടം. അപ്പോഴാണ് നിങ്ങൾ ഇത് വർക്ക് ചെയ്യുന്നത്.
ഈ സാധനം ഇപ്പോൾ അറബിയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, എല്ലാവർക്കും അവനവന് കിട്ടിയ ബുദ്ധിയിൽ തൃപ്തരാണെന്ന. അല്ലെങ്കിൽ എനിക്ക് ബുദ്ധി വർദ്ധിപ്പിച്ച് തരണമെന്ന് പറയില്ലല്ലോ, പൈസ വർദ്ധിപ്പിച്ച് തരയണം. ഖുർആനിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ച് തരയണമേ, റബ്ബി സിദ്നി ഇൽമൻ എന്ന് പ്രാർത്ഥിക്കാനായി പറഞ്ഞത്. ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കൽ എന്താ? വിസ സംഘടിപ്പിച്ച് തരണേ, മോക്ക് നല്ല പുതിയാപ്പള വരണേ, അല്ലെങ്കിൽ വീട് പണി അല്ലാതെ ബുദ്ധി വർദ്ധിപ്പിക്കണം. അറബികൾ പറയും. അത് ആർക്കും ഒരു പ്രശ്നമില്ല, ഉള്ള ബുദ്ധിയിൽ എല്ലാവരും തൃപ്തരാകുന്നു. അപ്പോൾ നമ്മുടെ പരിമിതികൾ മനസ്സിലാവും പുസ്തകം വായിക്കുമ്പോൾ, നമ്മൾ എത്ര ചെറിയ ആളാണ് കേട്ടോ. ഞാനൊരു കാര്യം കൂടി പറഞ്ഞ് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യും എന്ന് ഫൈസൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒന്ന് കണ്ടിട്ട് കാര്യം വിചാരിച്ചാൽ ഞാനും വന്നത്. അപ്പോൾ ചെറിയൊരു കാര്യം, ഞാനും നിങ്ങളും ഇല്ലാത്ത എത്രയോ നൂറ്റാണ്ട് കഴിഞ്ഞു പോയി. ഞാൻ നിങ്ങളുണ്ടായിരുന്നില്ല, ഇനി ഞാനും നിങ്ങളും ഇല്ലാത്ത എത്രയോ നൂറ്റാണ്ട് വരാനിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്കൊരു 40, 50, 60 കൊല്ലാണ് നമ്മുടെ ഈ ഏർപ്പാട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വല്ല കുശുമ്പും മുന്നായ്മയും കൊണ്ടുവരായ്മയും ആലോചിക്കാതെ വല്ല നല്ല പുസ്തകവും വായിച്ചിരുന്ന അത്രയും നന്നായി. വെറുതെ മുഹമ്മദ് നബിയോട് അദ്ദേഹത്തിന് ഒരു ശിഷ്യൻ ചോദിച്ചു, നബിയെ എവിടെയാണ് ഇബ്ലീസ് ഇരിക്കുന്നത്? നല്ല ചോദ്യമല്ലേ, നല്ല ചോദ്യമല്ലേ, അറിയേണ്ട അത്യാവശ്യമല്ലേ ഇബ്ലീസ് എവിടെ ഇരിക്കുന്നു? നബി പറഞ്ഞ മറുപടി, അത് വെറുതെ ഇരിക്കുന്നവൻ്റെ തലയിലാണ്. വെറുതെ ഇരിക്കുന്നവൻ്റെ തലയിലാണ് ആരിയിരിക്കുന്നത്? ഇബ്ലീസ് ഇരിക്കുന്നതെന്ന്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ് പറഞ്ഞത്. ഈ മുഹമ്മദ് നബിക്ക് ധാരാളം തമാശ പറയുന്ന ഒരാളാട്ടോ. അത് ഈ മൊല്ലാമാർ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. അദ്ദേഹം നിരന്തരം തമാശ പറയുന്ന ഒരാളാണ്, നിരന്തരം തമാശ പറയുന്ന ഒരാളാണ്. അതിൽ പറഞ്ഞ ഒരു തമാശയാണിത് കേട്ടോ. ഇനി മുഹമ്മദ് നബി പറഞ്ഞ ഒരു തമാശയോട് ഞാൻ പറയുന്ന ഒരു തെളിവാണ്. ഒരു ഭക്ഷണം കഴിക്കുക, സ്വപ്നം ഇങ്ങനെ ഇട്ടിട്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുത്താണ് നബി ഇരിക്കുന്നത്. അപ്പോൾ നബി കഴിച്ച കാരക്കയുടെ കുരുവൊക്കെ അബൂബക്കർ സിദ്ദീഖിൻ്റെ മുമ്പിലിട്ട്. അപ്പോൾ അബൂബക്കർ ഒന്നും മിണ്ടിയില്ല. ഭക്ഷണം കഴിഞ്ഞ് എണീക്കാൻ നേരത്ത് നബി ചോദിച്ചു, ഓ അബൂബക്കർ, നിങ്ങൾ എത്ര ഈത്തപ്പഴ കഴിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ അബൂബക്കർ പറഞ്ഞു, ഞാൻ ഈത്തപ്പഴല്ലേ കഴിച്ചുള്ളൂ, നിങ്ങൾ കുരുവും കൂടി കഴിച്ചാളഞ്ഞല്ലോ. ഇത് ബുഖാരി റിവായത്ത് ചെയ്ത ഒരു ഹദീസാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കിയ ഒന്നല്ല. ഇത് പറയാൻ പാടില്ല, നബി തമാശ ഒന്നും പറയാൻ പാടില്ല. ക്രിസ്തുവാണെങ്കിൽ നിരന്തരം തമാശ പറയും. ക്രിസ്തു നിരന്തരം തമാശ. ഈ വലിയ മനുഷ്യന്മാരുടെയൊക്കെ പ്രധാനപ്പെട്ട പണി എന്താണെന്നറിയാം? തമാശ പറയില്ല. അത് സോക്രട്ടീസ് ആണെങ്കിലും ബുദ്ധനാണെങ്കിലും ഗാന്ധി ആണെങ്കിലും നാരായണ ഗുരു ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഞാൻ ഈ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് വെറുതെ ഇരിക്കുന്നതിന് പേടിക്കുക. കാരണം വെറുതെ ഇരിക്കുമ്പോൾ തലയിൽ വരാനിടയുള്ള ഒരേ ഒരു ചരക്കിൻ്റെ പേര് ഇബിലീസ് എന്നാണ് കേട്ടോ. അതുകൊണ്ട് ആ ഇബിലീസിനെ ആട്ടിപ്പായിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കാൻ സൗകര്യം കഥകളും നോവലുകളും യാത്രാവിവരണമൊക്കെയാണ്. ആ കൂടുതൽ കുറച്ച് ചരിത്രവും കുറച്ച് തത്വചിന്തയും കുറച്ച് രാഷ്ട്രീയമൊക്കെ വായിച്ചാൽ നന്ന്. അത് നിങ്ങളിൽ ആ സ്വഭാവം വന്നാൽ അടുത്ത തലമുറയിലേക്ക് അത് വന്നോളും എന്നുള്ളൊരു ഉത്തരവാദിത്വ ബോധം കൂടി അധ്യാപകരിരിക്കുന്ന ഈ സഭയെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഓർപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും ശ്രദ്ധാപൂർവ്വം ഇത് കേട്ടിരുന്നതിനും വാസ്തവമായും നന്ദി. ചോദിക്കുന്നവരവിടെ എഴുന്നേറ്റൊന്ന് ചോദിക്കുക, പേര് പറയണം. ചോദ്യം കഴിയുന്നത്ര ചുരുക്കി പറഞ്ഞാൽ കൂടുതൽ ആളുകൾ ചോദിക്കാം. നമസ്കാരം സാർ, എൻ്റെ പേര് സായി കിരൺ എന്നാണ്. സായി കിരൺ. ഞാൻ സാറെ നിരന്തരം കാണാറുണ്ട്, ചാനലുകളിലൂടെയും ടെലിവിഷനിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ സാറെ കേൾക്കാറുണ്ട്. സാറ് ഇന്നോട് സംസാരിക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ നിർബന്ധ ബുദ്ധിയോടുകൂടി ഇവിടെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ച ഒരാളുമാണ്. എല്ലാവർക്കും അവസരമില്ലായിരുന്നു സ്കൂൾ വിദ്യാലയത്തിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട്. 1, 2, 3 ആളുകൾക്ക് മാത്രം അവസരം കിട്ടുന്ന സമയത്ത് ആ ഒരാളാവണമെന്ന് നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. സാറ് കേൾക്കാൻ കഴിയുന്ന വലിയ കാര്യമാണ്. എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. സാറ് ഒരേ പുസ്തകം തന്നെ സാറ് പല പ്രായത്തിലും വായിച്ചു കാണുമല്ലോ. പല പ്രായത്തിലും വായിക്കുമ്പോൾ ഉണ്ടാകുന്ന സാറിനുള്ള വ്യത്യസ്തമായ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? അതാണ് അറിയുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ ഞാൻ എൻ്റെ അനുഭവമാണ് അദ്ദേഹം ചോദിച്ചത്. അനുഭവം പറയുന്നത് മറ്റൊരു, ഈ കല എന്ന് പറയുന്ന സാധനം കാലത്തോടൊപ്പം വളരുന്ന ഒന്നാണ്. ഞാൻ ആവർത്തിക്കാം, കല എന്ന് പറയുന്നത് കാലത്തോടൊപ്പം വളരുന്ന ഒന്നാണ്. ഞാൻ അതിന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നൊരു ഉദാഹരണം പറഞ്ഞു. അപ്പം
എല്ലാവർക്കും അറിയുന്ന ഒരു പേരാണ് അഭിജ്ഞാന ശാകുന്തളം. അത് എഴുതിയത് കാളിദാസനാണ്. അതിലെ കഥ നിങ്ങൾക്കറിയാം. ദുഷ്യന്തൻ എന്നു പേരായ ഒരു രാജാവ് നായാട്ടിന് പോയപ്പോൾ കാട്ടിൽ വെച്ചിട്ട് മുനികുമാരിയെ കണ്ടു. അവൾ ഭ്രമിച്ചു. അവളൊരു കുട്ടിയുണ്ടായി. പിന്നെ അവൾ വന്നപ്പോൾ അദ്ദേഹം സ്വീകരിച്ചില്ല. അവസാനം എല്ലാം കഴിഞ്ഞ് ഒരുമിച്ച് ചേർന്നു. ഇതിനെപ്പറ്റി സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട്. സംസ്കൃതക്കാർ പറയാ, രണ്ടോ മൂന്നോ കാവ്യങ്ങൾ അവർ പറയാം. ധിത്രായേവ കവയ ധൃത്താനിയേവ കവയ എന്ന് പറയാം. കുറച്ചെല്ലുന്നു. കവികളിലേക്ക് കാളിദാസൻ എന്ന് പറയും. ഞാൻ വേറെ ഒരു ഓർക്കാൻ സൗകര്യമുണ്ട്. ഈ സംസ്കൃതത്തിൽ ഈ വിരലിന് നമ്മളെന്താ പറയും മലയാളത്തിൽ? മോതിരവിരൽ എന്ന് പറയും അല്ലേ? സംസ്കൃതത്തിൽ ഇതിന് പറയുന്ന അനാമിക എന്ന് പറഞ്ഞാൽ പേരില്ല, നാമമില്ലാത്ത അനാമിക. എങ്ങനെ അങ്ങനെ വന്നേന്നുള്ളത് കാണിക്കുന്ന ഒരു സംസ്കൃത പദ്യമുണ്ട്. ആ പദ്യത്തിൽ പറയാണ്, ഒരാൾ കവികളുടെ പേരുകൾ എണ്ണി. ആദ്യം കാളിദാസൻ എന്നെണ്ണി, പിന്നെ പേരുണ്ടായില്ല, അപ്പൊ അനാമികയായി. അത്ര വലിയ കവിയാണ് കാളിദാസൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ 7 അംഗമുള്ള നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം. അതിൽ 4ാം അംഗമാണ് ഏറ്റവും പ്രധാനം എന്ന് പണ്ടേ പറയും. കവികളിലേക്ക് കാളിദാസൻ, കാളിദാസ കൃതികളിലേക്ക് ശാകുന്തളം, ശാകുന്തളത്തിലേക്ക് 4ാം അംഗം, 4ാം അംഗത്തിലേക്ക് 4 പദ്യങ്ങൾ എന്ന് പറയും. 4 പദ്യം ഏതാണ്? മകളെ എന്ന് വെച്ചാൽ വളർത്തു മകളെ യാത്ര അയക്കുമ്പോൾ കണ്ണു മഹർഷി കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഈ 4 പദ്യങ്ങൾ. അപ്പൊ അതിലൊരു ഉപദേശം എന്താ വെച്ചാൽ, സപത്നിമാരെ ഭർത്താവിന്റെ വേറെ ഭാര്യമാരെ നീ സഹോദരിമാരായി കാണണം, അവരോട് മത്സരിക്കരുതെന്നാണ് ഒരു ഉപദേശം. ആ തരത്തിലുള്ള ഉപദേശങ്ങളാണ്. കുറച്ച് കഴിഞ്ഞപ്പോ കഥ മാറി. 5ാം അംഗത്തിൽ രാജദർബാറിൽ ചെന്നിട്ട് ഒരു കാട്ടുജാതിക്കാരി പെണ്ണ് അവിടുത്തെ മഹാരാജാവിനെ, പുരുഷനെ, തൻ്റെ കുഞ്ഞിന്റെ അച്ഛനെ ചോദ്യം ചെയ്യുന്ന രംഗമുണ്ട് ശാകുന്തളത്തിൽ. അതായി പ്രധാനം. കണ്ടോ, കാലം മാറി. 7ാം അംഗത്തിലുണ്ട് ദുഷ്യന്തൻ ശകുന്തളയുടെ കാൽക്കൽ വീണ് മാപ്പ് പറയുന്ന രംഗമുണ്ട്. ഇനി പഠിക്കുന്ന വായിക്കുന്ന ഒരാൾക്ക് 7ാം അംഗമായിരിക്കും പ്രധാനം. ഇങ്ങനെ എല്ലാ കൃതികളിലും, എല്ലാം വെച്ചാൽ പ്രധാനപ്പെട്ട കൃതികളിലൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പിന്നെ ഞാൻ വായിക്കുമ്പോൾ ഇപ്പോ ഞാൻ ആവർത്തിച്ച് വായിക്കുന്ന ഒരു പുസ്തകം ഭാരതപര്യന്തം, കുട്ടികൃഷ്ണമാരാന്റെ. അതിൽ ഓരോ സമയത്ത് നമ്മുടെ അന്നത്തെ വകതിരിവിനും അന്നത്തെ ബുദ്ധിശക്തിക്കും അന്നത്തെ ലോകപരിചയത്തിനും അനുസരിച്ച് ഓരോന്നോരോന്ന് ഇങ്ങനെ മാറി മാറി വരും. എത്ര വട്ടം വായിക്കാം, നല്ല പുസ്തകം എത്ര വട്ടം വായിക്കാം. അപ്പോൾ ഇപ്പോൾ എന്താണ് ഭാരതപര്യടനത്തിൻ്റെ യോഗ്യത എന്ന് ചോദിച്ചാൽ ഞാൻ ഓരോ കാലത്ത് ഓരോ ഉത്തരം പറയാം. കാരണം എന്താ, എൻ്റെ അനുഭവം അങ്ങനെയാണ്. ഇപ്പം ബഷീറിൻ്റെ പ്രേമലേഖനം എന്നുള്ള പുസ്തകം എനിക്ക് കിട്ടി. ഞാൻ ഫസ്റ്റ് പീരീഡിലേക്ക് പഠിക്കുമ്പോഴാണ്. അത് കിട്ടിയപ്പോൾ ഇരുന്ന ഇരിപ്പിൽ ഞാൻ 5 വട്ടം വായിച്ചു. ഞാൻ എത്ര വട്ടം പിന്നെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ മധുരയിൽ ഞാൻ എത്ര വട്ടം വായിച്ചിട്ടുണ്ട്. ബഷീറിൻ്റെ കൃതികളൊക്കെ ഞാൻ പലവട്ടം വായിച്ചിട്ടുണ്ട്. മാരാരി ബഷീറൊക്കെ ഞാൻ ആവർത്തിച്ച് വായിക്കുന്നു. എല്ലാവരും ആവർത്തിച്ച് വായിക്കാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല, വേറെ ആൾക്ക് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ മാറുന്നു വെച്ചാൽ, നിങ്ങൾ വളരുന്നുണ്ട്. നിങ്ങളെങ്ങനെ വളരുന്നു? നിങ്ങൾക്ക് അറിവ് കൂടുന്നു, പരിചയം കൂടുന്നു, ചില കാര്യങ്ങളിൽ നിലപാട് കൂടുന്നു, ചില കാര്യങ്ങളിൽ രാഷ്ട്രീയം മാറുന്നു, ചിലപ്പോൾ നിങ്ങളുടെ മതവിശ്വാസം മാറുന്നു. അപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് വളരെ ഭക്തനായിരുന്ന ഒരാളാണ്. ഭക്തിയൊക്കെ ഇല്ലാതെ പിന്നെ എനിക്ക് ഭക്തി എന്നെ ഒരിക്കലും ആവേശം കൊള്ളിക്കും ഇല്ല. അപ്പം എനിക്കൊരു ഭക്തി കണ്ടാലും ബേജാറാവില്ല. ഞാൻ ഒരു ഉദാഹരണം പറയാം. അപ്പോൾ ബഷീർ എന്നും ഭക്തനാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എന്നും ഭക്തനാണ്. കുട്ടികൃഷ്ണമാരാർ കുട്ടിക്കാലത്ത് ഭക്തനല്ല, അദ്ദേഹം വലിയ യുക്തിയുടെ ആളാണ്. അവസാന കാലത്ത് അദ്ദേഹം വളരെ ഭക്തനായിട്ട് മാറി. കുട്ടിക്കൃഷ്ണമാരാർ 1950 ഭാരതപര്യടനം എഴുതിയത്. ഞാനിത് വായിക്കുന്നത് 1967. അപ്പോൾ അതിനുള്ള യുക്തിയിലാണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. മാരാരായ യുക്തി ഇത് മാറിപ്പോയി. മാരാരുടെ സായിബാബ ഭക്തനായി. എനിക്ക് അതിലൊന്നും ഒരു ഭക്തിയില്ല, മനസ്സിലായി? അപ്പോൾ അങ്ങനെ എല്ലാം ഞാൻ ഒന്നിട്ട് ഉദാഹരണം പറയുന്നുള്ളൂ. ഇത്രയെങ്കിലും ഉദാഹരണം പറയാം.
ഇഷ്ടമുള്ള പുസ്തകങ്ങൾ ആവർത്തിച്ച് വായിക്കണം എന്ന് ഞാൻ പറയാം. അപ്പോഴാണ് നമ്മുടെ വളർച്ച, നമ്മുടെ തളർച്ച, നമ്മുടെ രീതികൾ നമ്മളെ തന്നെ കാണുന്നത്. കണ്ണാടിയായി സാധനം. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ കാണുന്നത് ബഷീറിനെയും ആരാരെയും MT വാസനേരെയും ഒന്നും അല്ല, നിങ്ങളെ തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പരാധീനതകൾ, നിങ്ങളുടെ പ്രണയം, നിങ്ങളുടെ നിരാശ, നിങ്ങളുടെ വീറ്, നിങ്ങളുടെ മൂല്യബോധം, അതൊക്കെ കാണുന്നു. അതുകൊണ്ട് നമ്മുടെ മൂല്യബോധം മാറും, വായനയുടെ ടേസ്റ്റ് മാറും. ഇപ്പോൾ ഞാൻ പ്രീഡിക്ക് പഠിക്കുമ്പം MT വാസനേരെ അങ്ങേയറ്റം ഭ്രമിച്ചിരുന്ന ഒരാളാണ്. MA കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഭ്രമം കുറഞ്ഞു. MTയുടെ സാഹിത്യത്തോടുള്ള എൻ്റെ ഭ്രമം വളരെ കുറഞ്ഞു. അങ്ങനെ കുറേ എല്ലാവർക്കും ഉണ്ടാകും അങ്ങനെ അനുഭവം. പക്ഷേ പേര് അശ്വിൻ എന്നാണ്, ഈ സ്കൂൾ അധ്യാപകനാണ്. അപ്പോൾ ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, യുവ എഴുത്തുകാരിലെ ഒരു ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് അഖിൽ പി ധർമ്മജൻ. അഖിൽ പി ധർമ്മജൻ, അദ്ദേഹത്തിന്റെ ഒരു നോവൽ റാം കെയർ ഓഫ് ആനന്ദി യുവാക്കൾ വളരെ അധികം ആഘോഷിക്കപ്പെട്ട ഒരു നോവലാണ്. അതേപോലെ അദ്ദേഹം അതിനുശേഷവും കുറെ നോവലുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈയിടെ കേരള സാഹിത്യ അക്കാദമി യുവ സാഹിത്യകാരനുള്ള അവാർഡ് ലഭിക്കുകയുണ്ടായി. അപ്പൊ അത് പല സാഹിത്യകാരന്മാരും അതിനെ വളരെ മോശമായ രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. കൽപ്പറ്റ മാഷൊക്കെ പറഞ്ഞത്, അതേപോലെ ഇന്ദുഗോപൻ സാറൊക്കെ പറഞ്ഞത് വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ എഴുത്തിനെയും സാഹിത്യ. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, അദ്ദേഹത്തിന്റെ രചനകൾ സാറും വായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതാണ്. അപ്പൊ എന്താണ് അങ്ങയുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ രചനകളെ കുറിച്ചുള്ള എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം വ്യക്തമായി ഇരിക്കും. ഞാൻ രാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള പുസ്തകം വായിച്ചിട്ടില്ല. ഞാനിപ്പോൾ കുറച്ചായിട്ട്, അതായത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് പുതിയ കാലത്തെ കഥകളോ നോവലുകളോ കവിതകളോ ഞാൻ സാമാന്യമായി വായിക്കുന്നില്ല. പലതും എനിക്ക് മനസ്സിലാവുന്നില്ല, പലതും എനിക്ക് രസിക്കുന്നില്ല. അത് എൻ്റെ കുഴപ്പം. സാഹിത്യത്തിൻ്റെ ഒരു കാരണം, സാഹിത്യത്തിൻ്റെ അഭിരുചി. ഇപ്പോൾ എൻ്റെ അഭിരുചിയൊക്കെ അവിടെ നിൽക്കുക. എവിടെ? ബഷീർ, തകഴി, ദേവ്, ബാലാവരയമ്മ, കുഞ്ഞിരാമൻ നായർ, വൈലോപ്പള്ളി, അങ്ങനെ വന്ന് കുറച്ചും കൊണ്ട് എത്തിയിട്ട് ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഒക്കെ എനിക്ക് രസിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പണ്ട് ഇതൊക്കെ വായിക്കും. കാരണം ഞാൻ ശമ്പളം വാങ്ങുന്ന ആളാണ്. അവർ കുട്ടി അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാൻ വായിച്ചില്ലെന്ന് പറയാൻ പാടില്ല. അക്കാലത്തൊക്കെ വായിച്ചു. പിന്നെ ഒരാൾക്ക് അവാർഡ് കിട്ടി, നല്ലത്. അതിനൊരാൾ വിമർശിച്ചു, അതിൽ തെറ്റൊന്നുമില്ല. ആ പുസ്തകം അവാർഡിന് അർഹമാണ് എന്ന് പറയാൻ ഒരാൾക്കുള്ള അതേ അവകാശം അത് അവാർഡിന് അർഹമല്ല എന്ന് പറയാൻ വേറൊരാൾക്കുണ്ട്. ഞാൻ ആ പുസ്തകത്തെ പറ്റി കേട്ടിട്ടുണ്ട്, ഞാനത് വായിച്ചിട്ടില്ല. അത് ധാരാളം ലക്ഷക്കണക്കിന് കോപ്പി വിറ്റഴിഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കങ്ങനെ 1,00,000 കോപ്പി വിറ്റു എന്നുള്ളതുകൊണ്ട് വായിച്ചോളെന്ന് ഉള്ള ഒരാളല്ല ഞാൻ. വായിച്ചോടാച്ചിട്ടല്ല, ഒരു അവസരം വന്നില്ല. ഞാനിപ്പോൾ സാമാന്യമായിട്ട് വായിക്കുന്നത് അധികവും ചരിത്രം അല്ലെങ്കിൽ രാഷ്ട്രീയം, അതൊക്കെയാണ് ഞാൻ വായിക്കുന്നത്. പുതിയ കാലത്തെ നോവലുകളോ കഥകളോ കവിതകളോ ഒന്നും പിന്നെ ഫേസ്ബുക്കിൽ കാണുന്നൊന്നും എനിക്ക് രസിക്കുന്നില്ല. പുതിയ കാലത്തെ സിനിമയൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ അടുത്ത് ലൂസിഫർ എന്നൊരു സിനിമ കണ്ടു, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അല്ല എനിക്ക് മനസ്സിലായില്ല. അതായത് എങ്ങനെയാണ് അത്, എന്താ പറയുക, ഒരു ഏത് കലാരൂപമാണെങ്കിലും ഒരു ചീത്ത കലാരൂപം എന്നോട് കാണിക്കുന്ന ഒരു അന്യായമാണ് എന്നാ എൻ്റെ തോന്നൽ. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിച്ച സാധനം എന്താ? എൻ്റെ സമയമാണ്. എൻ്റെ സമയം മെനക്കെടുത്തി 5 മിനിറ്റോ 10 മിനിറ്റോ 30 മിനിറ്റോ ചിലവാക്കി ഞാനൊരു കഥ വായിക്കുന്നു, അല്ലെങ്കിൽ ഒരു ലേഖനം വായിക്കുന്നു, അല്ലെങ്കിൽ ഒരു കവിത വായിക്കുന്നു. അത് നന്ന് ആയെങ്കിൽ എനിക്കത് നേട്ടായി, ചീത്തയാണെങ്കിലോ അപ്പോൾ എനിക്ക് ധൈര്യമില്ല അതൊന്നും വായിക്കാൻ. എൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ചില ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു, അപ്പോൾ അവർ പലരും വായിച്ചിട്ടില്ല. എൻ്റെ പ്രായമുള്ള ആൾക്കാരൊക്കെ, ഞാനൊക്കെ 70. ഇപ്പോൾ രാവണന് 10 തലയുണ്ട്, 20 കൈയുണ്ട്. കാർത്തികരാജന് 1000 കൈയുണ്ട്. ബ്രഹ്മാവിന് 4 മുഖമുണ്ട്. ഒറ്റപ്പെടി. ഇതൊക്കെ അസത്യമല്ലേ? ഇതൊന്നും അസത്യമല്ല. എന്താണ് ആ പറഞ്ഞത്? സത്യം 2 തരത്തിലുണ്ട്. ഒന്ന് വാസ്തവിക സത്യമുണ്ട്, 2 ഭാവസത്യമുണ്ട്. വാസ്തവിക സത്യം എന്ന് പറയാൻ എന്താ? ഞാൻ 2 കാലിൻ്റെ മുകളിൽ ഇവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവിക സത്യം, ഫാക്ച്വൽ ട്രൂത്ത്. ഞാൻ 4 കാലിൻ്റെ മുകളിൽ നിൽക്കുന്നു നിങ്ങൾ പറഞ്ഞതിനർത്ഥം ഞാൻ കള്ളു കുടിച്ചാൽ വന്നതെന്ന് അല്ലേ?
അയാൾ 4 കാലിൻ്റെ മുകളിൽ വന്നു. കണ്ടോ? അത് നിങ്ങൾ പറയാറുള്ളതൊക്കെ ഞാനും നിങ്ങൾ പറയാറുള്ളതാണ്. ഓനക്ക് ഉളുപ്പുണ്ടോ? എന്ത് ഉടുത്തിട്ടുണ്ടോ? ഓനൊക്കെ തുണി ഉടുത്തൊരാളെ പറ്റി പറയുന്നത് ഇതൊക്കെയാണ് അതിശയോക്തി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ പറയുന്ന അതിശയോക്തിയാ പറഞ്ഞതാ. നിങ്ങൾ പറയുന്ന അതിശയോക്തി പറഞ്ഞതാ. ഫൈസൽ ഇപ്പൊ ഇന്നലെ വൈകുന്നേരം എന്നെ വിളിച്ചു. മാഷല്ലേ? ഇല്ല, അവിടെ പോയി ടൗണിൽ പോയതാ. ഇപ്പോഴേ വരും, 6 മണിക്ക് വരും എന്ന് പറഞ്ഞു. 6 മണിക്ക് ഫൈസൽ വീണ്ടും വിളിച്ചു. മാഷ എത്തിയിട്ടില്ല. ഫൈസൽ വിളിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 9 മണിക്ക് ഫൈസൽ വീണ്ടും വിളിക്കുന്നു. അപ്പൊ എൻ്റെ ഭാര്യ പറഞ്ഞു മാഷ് ഉറങ്ങിയല്ലോ. പിറ്റേന്ന് രാവിലെ ഫൈസൽ എന്നെ വിളിക്കുമ്പോൾ പറഞ്ഞു, എന്താണ് മാഷ നിങ്ങൾ 100 വിളി വിളിച്ചു? ഏതാ 4ാമത്തെ വിളിക്കായി പറഞ്ഞു. എന്താണ് നിങ്ങളെ ഒരു മീറ്റിങ്ങിന് ഞാൻ 100 വിളി വിളിച്ചു അല്ലേ? ഇതൊക്കെ ഞാനും നിങ്ങൾ സാറിന് പറയുന്ന ഇതൊക്കെ ഈ കവികളൊക്കെ ഈ തരത്തിൽ അലങ്കാരങ്ങൾ പ്രയോഗിക്കും. കാക്ക എന്നുള്ള പ്രസിദ്ധമായ കവിത അവരുടെ വൈലോപ്പിള്ളിയുടെ കാളുന്ന വാനത്തു നാളികേരപ്പൂളൊന്നു വാടിക്കിടന്നിടുമ്പോൾ. കാളുന്ന വാനത്ത് നാളികേരപ്പൂൾ. അപ്പൊ നമുക്ക് മനസ്സിലായി ചന്ദ്രക്കലയാണ് ഉണ്ടോ? കാളുന്ന വാനത്തു നാളികേരപ്പൂളൊന്നു വാടിക്കിടന്നിടുമ്പോൾ കേൾക്കാം പുളിമര കൊമ്പിൽ നിന്നും കാക്ക കരഞ്ഞിടും താരനാഥ്. അപ്പൊ കലയിൽ എപ്പോഴും അതിശയോക്തി ഉണ്ട്. അപ്പൊ എങ്ങനെയാ ഇന്ദിരാഗാന്ധി ചിത്രം വരയ്ക്കൽ എങ്ങനെയാ? അവരുടെ ശരീരത്തുകളുടെ വലുപ്പുണ്ടാവും മൂക്ക്. ആണ് കാർട്ടൂൺ വരയ്ക്കുന്നത് കണ്ടോ? അതിശയോക്തിയെ പറ്റി സാഹിത്യശാസ്ത്രത്തിൽ പറയും.